ജനങ്ങൾക്കിടയിലേക്കിറങ്ങി അവർക്കൊപ്പം പ്രവർത്തിക്കുമ്പോഴാണ് ജനനേതാക്കൾ രൂപം കൊള്ളുന്നത്. കണ്ണൂരിൽ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന യുവ നേതാവാണ് ഇന്ന് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ അതിഥിയായി എത്തുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, KPCC അംഗം അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദാണ് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ചേരുന്നത്. തളിപ്പറമ്പ് എന്ന CPMൻ്റെ ഉരുക്കുകോട്ടയിൽ സാക്ഷാൽ MV ഗോവിന്ദനെ തന്നെ വിറപ്പിക്കാൻ പോന്ന പ്രകടനം നടത്തിയ നേതാവ്. സംസ്ഥാനത്തുടനീളം VP അബ്ദുൾ റഷീദിൻ്റെ സാന്നിധ്യം സംഘടനാ രംഗത്തുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ആരുടെയും പിന്തുണയില്ലാതെ തന്നെ മത്സരിച്ച് വിജയിച്ച നേതാവ് കൂടിയാണ് അബ്ദുൾ റഷീദ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം, അദ്ദേഹത്തോടുള്ള ഇഷ്ടം എത്രയാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്ന വിജയമാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുധാകരൻ്റെ വിജയത്തിനായി കണ്ണൂർ ജില്ലയിലാകെ, കണ്ണൂർ മണ്ഡലത്തിലാകെ എല്ലായിടത്തും സജീവ സാന്നിധ്യമായി അബ്ദുൾ റഷീദ് ഉണ്ടായിരുന്നു. K. സുധാകരൻ്റെ വലം കൈയായി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത്, UDFൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് തുടങ്ങി കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം അടുത്ത ഒരു മണിക്കൂറിൽ കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ നമ്മളോടുമായി സംവദിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തുറന്ന മനസ്സോടുകൂടി നമ്മുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം അബ്ദുൾ റഷീദ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസാന ഘട്ട വിലയിരുത്തലിലേക്ക് പോകുമ്പോൾ ആദ്യമുണ്ടായിരുന്ന ആത്മവിശ്വാസം കുറഞ്ഞിട്ടുണ്ടോ, അല്ല കൂടുകയാണോ ചെയ്തിട്ടുള്ളത്? ഉറച്ച വിജയപ്രതീക്ഷ തന്നെയാണ് കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിന്. കാരണം മത്സരിക്കുന്നത് KPCCയുടെ പ്രസിഡൻ്റാണ്. കണ്ണൂരിന് അദ്ദേഹത്തെ നന്നായി അറിയാം, അദ്ദേഹത്തിന് കണ്ണൂരിനെയും നന്നായി അറിയാം. വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന പരിചയ സമ്പത്ത് അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട്. മറിച്ച് അദ്ദേഹം നടത്തിയ ഇത്രയും കാലം അദ്ദേഹം എടക്കാടിൻ്റെ MLA ആയി, കണ്ണൂരിൻ്റെ MLA ആയി, മുൻപ് കണ്ണൂരിൻ്റെ MP ആയി, ഈ ടേം 5 വർഷം അദ്ദേഹത്തിന് വീണ്ടും MP ആയി, 10 വർഷക്കാലം MP-യും ഏകദേശം 15 വർഷക്കാലത്തിലധികം MLA-യുമായും കണ്ണൂരിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അദ്ദേഹം നടത്തിയ ജീവകാരുണ്യ സേവന സാന്ത്വന പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ ഇടപെടലുകൾ, ഇതെല്ലാം കണ്ണൂരിൻ്റെ മുമ്പിലുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തെ പോലെ ഒരു നേതാവ്, അദ്ദേഹം ഒരു തവണ പാർലമെന്റിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യം എല്ലാവർക്കും അറിയാം. അന്ന് കസ്തൂരി രംഗൻ വിഷയം ഉൾപ്പെടെ അന്നുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നേരിയ വോട്ടുകൾക്കാണ് അന്ന് ഒരു തവണ പരാജയപ്പെട്ടത് ഒഴിച്ചു നിർത്തിയാൽ എല്ലാ കാലത്തും കണ്ണൂരിൻ്റെ ജനാധിപത്യ മനസ്സ് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ അതിനേക്കാൾ നല്ലൊരു രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് ഇന്ത്യ മുന്നണി, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തണമെന്നും കോൺഗ്രസ് കൂടുതൽ ശക്തിപ്പെടണമെന്നും ജനാധിപത്യ മതേതര വിശ്വാസികൾക്കിടയിലുള്ള ഉറച്ച ബോധ്യവും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയവും എല്ലാം കൂടി ചേരുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഒരു ഭൂരിപക്ഷം, ഉറച്ച ഭൂരിപക്ഷം ഐക്യജനാധിപത്യ മുന്നണിയും ഇന്റർനാഷണൽ കോൺഗ്രസും കണ്ണൂരിനകത്ത് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് ഒരു കാരണവശാലും ഒരു സാധാരണ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ LDF-നോ അല്ലെങ്കിൽ സംഘപരിവാറിനോ BJP-ക്കോ വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല എന്ന് മാത്രമല്ല, അവർക്കെതിരെ വോട്ട് ചെയ്യാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. 2 ഭരണകൂടത്തിനും അവർ ഇപ്പം MP ജയരാജനായാലും C രഘുനാഥ് ആയാലും ഇവർ രണ്ടുപേരും വോട്ട് ചോദിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ഭരണം കൂടെ കാണിച്ചിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഭരണത്തിനെതിരെ 2 ഭരണകൂടങ്ങൾക്കെതിരെയും നിലനിൽക്കുന്ന അതിശക്തമായ ആന്റി ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാരം, അത് ഒരു തരംഗമായി മാറും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല. പ്രത്യേകിച്ച് BJP ഒരു വലിയ ഫാക്ടറല്ല. ഞങ്ങൾ തുടക്കം മുതൽ എടുക്കുന്ന ഒരു നിലപാട്, കണ്ണൂരിൻ്റെ ഈ രാഷ്ട്രീയ പോരാട്ടത്തിനകത്ത് BJP ഒരു ഘടകമേ അല്ല. ഒരു സ്ഥാനാർത്ഥിയെ കണ്ണൂർ ജില്ലയിൽ എത്രയോ BJP പ്രവർത്തകർ, യുവമോർച്ച പ്രവർത്തകർ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ മറ്റ് പ്രവർത്തകർ, നേതാക്കന്മാരുണ്ടായിട്ടും ഒരു സ്ഥാനാർത്ഥിയെ, നല്ലൊരു സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ BJP ഈ ജില്ലക്കകത്ത് തകർന്നു.
അവരുടെ ഇടയിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ അതിനൊരു വലിയ കാരണമാണ്. ജനങ്ങളുടെ എതിർപ്പും വലിയൊരു ഘടകമാണ്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ പോലും അവതരിപ്പിക്കാനില്ലാതെ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന ഘട്ടത്തിൽ ഈ അടുത്ത കാലത്ത് മാത്രം കോൺഗ്രസിൽ നിന്ന് ഇല്ലാത്ത ആരോപണങ്ങൾ, വ്യാജ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് BJP-യിലേക്ക് ചേക്കേറിയ ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തേണ്ട ഗതികേട്. എന്നിട്ട് BJP എന്താ ചോദിച്ചത്? BJP ചോദിക്കുന്നത് ഇയാളുടെ, ആ സ്ഥാനാർത്ഥിയുടെ 50 വർഷക്കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യം. എന്ത് 50 വർഷമാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. വിദ്യാർത്ഥി കാലത്ത് കുറച്ചു നാളുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വിദേശത്ത് പോയി, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇടക്കാലത്ത് കോൺഗ്രസിനകത്ത് സജീവമായി എന്നത് ഒഴിച്ചു നിർത്തിയാൽ അവിടെ അന്ന് നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ച് സ്വാഭാവികമായും ധർമ്മടം നിയമസഭാ മണ്ഡലത്തിനകത്ത് ഒരു സ്ഥാനാർത്ഥിത്വം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കും മുൻകാല പ്രവർത്തികളും അദ്ദേഹത്തിന് വലിയ രീതിയിൽ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം നേടി അത് മത്സരിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് അടുത്ത കാലത്ത് ഒരു സംഭാവന നൽകാത്ത ഒരാൾ. ഞങ്ങളൊക്കെ എത്രയോ കാലമായി ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ പരിപാടികളിലോ ഒന്നും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം പത്രസമ്മേളനങ്ങൾ കുറേ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കമ്പനിയുടെ ഓഫീസിൽ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടെന്ന് ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ കോൺഗ്രസിൻ്റെ പരിപാടികളിൽ ഒന്നും സജീവമാകാത്ത ഒരാൾ ഒരു സുപ്രഭാതത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥിയാകുന്നു. BJP-യുടെ പ്രവർത്തകർക്ക് പോലും ഉൾക്കൊള്ളാൻ, തുടക്കത്തിൽ നമ്മളെല്ലാവരും കണ്ടു വലിയ പ്രചരണം നടത്തേണ്ട BJP-യുടെ പ്രചരണം എവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനകത്ത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് BJP ഒരു ഫാക്ടറല്ല. പിന്നെ മറ്റൊന്ന് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയെ തന്നെയാണ് അവർ രംഗത്തിറക്കിയത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷം ജനങ്ങളോട് പറഞ്ഞത്? തുടക്കം മുതൽ അവസാനം വരെ ഒരു രാഷ്ട്രീയം പറയാൻ ഈ കണ്ണൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിനകത്ത് CPM തയ്യാറായിട്ടില്ല, ഇടതുപക്ഷം തയ്യാറായിട്ടില്ല. ആദ്യം മുതൽ അവസാനം വരെ ബഹുമാന്യനായ UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ KPCC-യുടെ പ്രസിഡന്റിനെതിരെ ഇല്ലാത്ത വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ ശൈലിയും കണ്ണൂരിലെ ജനങ്ങൾക്ക് സുപരിചിതമാണ്. അദ്ദേഹം ഒന്നും മറച്ചു വെക്കാറില്ല, അദ്ദേഹം ഒന്നും ഒളിച്ചു വെക്കാറില്ല. അപ്പോൾ ചില വാർത്താ സമ്മേളനങ്ങളിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളുടെ വാക്കുകൾ അത് അടർത്തിയെടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ച് ആ രീതിയിൽ അദ്ദേഹത്തിന് വ്യക്തിഹത്യ നടത്തി പ്രചരണം നടത്തി എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഒരു രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിനകത്ത് പറയാൻ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നു, എന്താണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്, ഏത് സാഹചര്യത്തിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്, അത് ഇടതുപക്ഷം പറയുന്നില്ല. എന്തിനാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ഇടതുപക്ഷം പറയുന്നില്ല. ഏത് വികസന പ്രവർത്തനങ്ങൾ കാണിച്ചിട്ടാണ് ഇടതുപക്ഷം വോട്ട് ചോദിക്കുന്നത്, അത് ഇടതുപക്ഷം പറയുന്നില്ല. ഞങ്ങൾ തുടക്കം മുതൽ ചോദിച്ചു, സംസ്ഥാന സർക്കാരിൻ്റെ എന്തെങ്കിലും വികസന നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇടതുപക്ഷം തയ്യാറാകണം. ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, UDF-നെതിരെ കൃത്യമായും അതിൽ ഞങ്ങൾ ആരോപിക്കുന്നത് ജാതീയമായും വർഗീയമായും വേർതിരിവ് സൃഷ്ടിക്കുന്ന ഒരു തരം വൃത്തികെട്ട രാഷ്ട്രീയ പ്രചരണമാണ് ഇത്തവണ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷം നടത്തിയത്. അത് പ്രബുദ്ധരായ കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കും. ഒരു കാരണവശാലും ആ ഇടതുപക്ഷത്തിന്റെ കള്ളപ്രചരണങ്ങൾക്ക് മുമ്പിൽ കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾ അവർ വീണുപോവില്ല. ഉറച്ച രാഷ്ട്രീയ നിലപാടുള്ള കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ആയിരക്കണക്കിന് ഇടതുപക്ഷ വോട്ടുകൾ, ഇടതുപക്ഷ പ്രവർത്തകരുടെ, CPIM-ന്റെ പ്രവർത്തകരുടെ വോട്ടുകൾ ഇത്തവണ ബഹുമാന്യനായ UDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീ K. സുധാകരന് കിട്ടും. അത് തീർച്ചയായും CPM-ന്റെ നേതൃത്വത്തോടുള്ള പ്രതിഷേധം, CPM-ന്റെ സ്ഥാനാർത്ഥിയോടുള്ള പ്രതിഷേധം, CPM-ന്റെ ഭരണത്തോടുള്ള പ്രതിഷേധം മാത്രമല്ല, ഇടതുപക്ഷവും CPM ഈ രാജ്യത്തിനകത്ത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് അവർക്കൊരു റോളുമില്ല, ഒരു പ്രാധാന്യവുമില്ല. ഇത് സംഘപരിവാറും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയും NDA മുന്നണിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ രാജ്യത്തിനകത്ത് 10 വർഷക്കാലമായി ജനവിരുദ്ധ ഭരണം നടത്തുന്ന സംഘപരിവാറിനെ, നരേന്ദ്രമോദിയെ, BJP-യെ തോൽപ്പിക്കണമെങ്കിൽ അതിന് ബദൽ എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന, ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഈ രാജ്യത്തിലെ ഇന്ത്യ മുന്നണിയാണ് എന്ന ഉറച്ച ബോധ്യം ജനങ്ങൾക്കുണ്ട്. സ്വാഭാവികമായും ആ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിക്കാൻ കോൺഗ്രസിന് കൂടുതൽ മാൻഡേറ്റ്, കൂടുതൽ അംഗങ്ങൾ പാർലമെന്റിൽ വേണം. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ, UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശ്രീ K. സുധാകരൻ MPയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവും. എവിടെയാണ് നിങ്ങൾ ഈ കണക്കുകൂട്ടലിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ? ഇപ്പോൾ കണ്ണൂർ, അഴീക്കോട്, ഇരിക്കൂർ, പേരാവൂർ, ഈ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നാണ് UDF-ന് സ്വാഭാവികമായും ലീഡ് വരേണ്ടത്. ഇവിടെയൊക്കെ തന്നെ ഒരു 20,000-ന് മുകളിലേക്കുള്ള ലീഡ് ഉറപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ? ബഹുമാനപ്പെട്ട UDF-ന്റെ ജില്ലാ ചെയർമാനും കൺവീനറും DCC-യുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ജയലേരിയും വളരെ വ്യക്തമായിട്ട് തന്നെ പത്രസമ്മേളനങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. UDF-ന്റെ വിലയിരുത്തൽ പുറത്തു വന്നിട്ടുണ്ട്, മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. UDF-ന്റെ വിലയിരുത്തലിൽ ഉറച്ച രാഷ്ട്രീയ വോട്ടുകളിൽ, അതായത് UDF-ന്റേതായ കരുത്തിൽ
1,00,000 മുകളിൽ രാഷ്ട്രീയ കരുത്ത്, വിജയിക്കാനുള്ള രാഷ്ട്രീയ കരുത്ത് ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിനകത്തുണ്ട്. UDFന്റെ വിലയിരുത്തൽ അടിത്തട്ടിൽ നിന്ന്, പാർട്ടി ഘടകങ്ങളിൽ നിന്ന്, മുന്നണിയുടെ മറ്റ് ഘടകങ്ങളിൽ നിന്ന്, പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത വിവരങ്ങൾ അനുസരിച്ച് 55,000 വോട്ടിന്റെ മുകളിൽ രാഷ്ട്രീയപരമായ വോട്ടിൽ UDF ജയിക്കുമെന്നുള്ളതാണ്. അതിന്റെ മുകളിലേക്ക് പോകും. അത് ഈ പറയുന്നത് പോലെ അവിടെ ഞങ്ങൾ ഈ CPM വോട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ BJP പ്രവർത്തകരുടെ വോട്ടോ അല്ലെങ്കിൽ അതൊന്നും ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടില്ല. UDFന്റെ കരുത്തിലാണ് ഞങ്ങൾ 55,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ബഹുമാനപ്പെട്ട UDFന്റെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ രണ്ട് ഭരണകൂടത്തിനെതിരെ വരുന്ന ജനങ്ങളുടെ വികാരം, ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കെതിരെ അവരുടെ പാർട്ടി പ്രവർത്തകരിലുണ്ടായ അമർഷം, അതൊക്കെ കൂടുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇവിടെ കണ്ണൂരിലെ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ കൃത്യമായും എല്ലാ കാലത്തും UDFന് രാഷ്ട്രീയപരമായൊരു മേധാവിത്വമുള്ള 4 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതൊന്ന് ഇരിക്കൂറാണ്, മറ്റൊന്ന് പേരാവൂരാണ്, പിന്നെ അഴീക്കോടാണ്, കണ്ണൂരാണ്. ഈ 4 നിയമസഭാ മണ്ഡലങ്ങൾ കഴിഞ്ഞ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് തോൽവിയും 2 തവണയുള്ള കണ്ണൂരിലെ ചെറിയ വോട്ടിന്റെ പരാജയവും ഒന്ന് മാറ്റി നിർത്തിയാൽ അത് സാങ്കേതികമാണ്. അത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടായ ചില പോരായ്മകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതൊഴിച്ചു നിർത്തിയാൽ എല്ലാ കാലത്തും UDFന് പാർലമെന്റിൽ ഭൂരിപക്ഷം നൽകിയ ഈ 4 കോൺസ്റ്റിറ്റ്യുവൻസികളും വലിയ ഭൂരിപക്ഷം, ഇപ്പോൾ 20,000 അല്ല, ഞങ്ങൾ ഇരിക്കൂറിനകത്ത് കഴിഞ്ഞ അവിടെ 35,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഇരിക്കൂർ അസംബ്ലി മണ്ഡലത്തിനകത്ത് നേടിയിട്ടുണ്ട്. ആ വോട്ടിൽ കുറവ് വരേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇപ്പോഴില്ല. അല്ല, അത് പോളിംഗ് ശതമാനത്തിനകത്ത് കുറവ്, ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ പോളിംഗ് ശതമാനത്തിനകത്ത് കുറവ് വരാനുള്ള കാരണം ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ പോളിംഗ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ഇപ്പോൾ സാധാരണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് വലിയ സംഘർഷങ്ങൾ നടക്കാറുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു 100ഓളം വരുന്ന അക്രമ സംഭവങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് ഇത്തവണ കേവലം 1 ഡസനിലേക്ക് മാത്രം കുറഞ്ഞിട്ടുണ്ട്. ആ കുറയാനുള്ള കാരണം സംഘർഷത്തിന് എവിടെയും CPMന്റെ പ്രവർത്തകർ തയ്യാറല്ല എന്നുള്ളതാണ്. ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞങ്ങൾ ബൂത്തിൽ അക്രമം നടത്തുന്നില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് വേണ്ടി ഞങ്ങൾ ബൂത്ത് പിടിച്ചെടുക്കാനില്ല. ബൂത്ത് സ്വാഭാവികമായും കള്ളവോട്ടും അതുമായി ബന്ധപ്പെട്ട് ബൂത്ത് പിടിച്ചെടുക്കലും നടന്നിട്ടുണ്ട്. പക്ഷേ അതിഭീകരമായ രീതിയിൽ ഞങ്ങളൊന്നും സംഘർഷത്തിന് ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ കേസിൽ പെടാനോ ഞങ്ങൾ അങ്ങനെ ബൂത്തിൽ അതിക്രമം നടത്താനോ എല്ലായിടത്തും, അത് കൂടുതലും നടന്നത് തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലാണ്. ഇരിക്കൂറിന്റെ ചില ബൂത്തുകളിൽ നടന്നിട്ടുണ്ട്, ധർമ്മടത്തിന്റെ ചില ബൂത്തുകളിൽ നടന്നിട്ടുണ്ട്. എന്നാലും കണ്ണൂരും അഴീക്കോടും താരതമ്യേന കുറവായിരുന്നു. അപ്പോൾ മട്ടന്നൂരിലും കുറച്ച് ബൂത്തുകളിൽ നടന്നിട്ടുണ്ട്. എടയന്നൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ അക്രമം നടന്നിട്ടുണ്ട്. അതൊക്കെ പോളിംഗ് ബൂത്തിന്റെ പുറത്തുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ പ്രവർത്തകർ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് സാധാരണ കാണിക്കുന്ന ഒരു അമിതാവേശം ഇത്തവണ കാണിച്ചില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ വോട്ടുകളിൽ വലിയ തോതിൽ അവർ സ്വാഭാവികമായിട്ട് ചിലർക്ക് വോട്ട് ചെയ്യാൻ മടിയുണ്ടാവും. കോൺഗ്രസിന് അല്ലെങ്കിൽ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കോ അവർ കുടുംബത്തോടു കൂടി വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ കുറച്ച് വോട്ടിന്റെ, അതാണ് പോളിംഗ് ശതമാനത്തിലുള്ള കുറവ്. ഇടതുപക്ഷ പ്രവർത്തകർ ബൂത്തിൽ പോകാത്തതിൻ്റെയാണ്. അത് ഞങ്ങൾ അതിൻ്റെ ഒരു രണ്ടാമതും അതിൻ്റെ കണക്കെടുപ്പ് ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഈ മാസം അവസാനത്തോടു കൂടി അതിൻ്റെ പൂർണ്ണമായും അതിൻ്റെ റിപ്പോർട്ട് ശേഖരിക്കും. ബൂത്തിൽ വോട്ട് ചെയ്യാൻ വരാത്തവരുടെ കണക്ക്, അതായത് നാട്ടിലുണ്ടായിട്ടും ആ കണക്കെടുപ്പ് ഏകദേശം ഈ മാസം അവസാനത്തോടു കൂടി അതിൻ്റെ പൂർണ്ണമായ വിവരം കിട്ടുമ്പോൾ കൃത്യമായും ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 1200 ഈ പറയുന്നത് പോലെയുള്ള ബൂത്തുകളിൽ എത്ര സ്ഥലങ്ങളിൽ CPMന്റെ എത്ര ശതമാനം വോട്ട് വന്നിട്ടില്ല എന്നുള്ളത് കൃത്യമായ കണക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിക്കും. അപ്പോൾ വലിയൊരു ശതമാനം പോളിംഗ് കുറയാൻ കാരണം ഈ പറയുന്നത് പോലെ CPMന്റെ പ്രവർത്തകർ, ഇടതുപക്ഷ പ്രവർത്തകർ അവർ വലിയ ആവേശം കാണിച്ചിട്ടില്ല. അവർ പോളിംഗ് ബൂത്തിനകത്തേക്ക് ഇടതുപക്ഷ വോട്ടുകൾ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. CPMന്റെ സംഘടനാ സംവിധാനം കണ്ണൂർ ജില്ലയിൽ ദുർബലമായി തുടങ്ങുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം കുറയൽ. വടകരയിൽ നമ്മൾ ഇത്തവണ വലിയ തോതിലുള്ള ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഗീയപരമായ പ്രചരണമാണ് അവിടെ നടന്നതെന്ന് LDF വലിയ തോതിൽ ആരോപിക്കുന്നു. സമാനമായി UDFും ആരോപിക്കുന്നു. ഈ കണ്ണൂരിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? വർഗീയപരമായ ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് സംശയം. CPM അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. അത് പക്ഷേ പ്രബുദ്ധരായ കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പകരുന്നൊരു ആത്മവിശ്വാസം. CPM അതിൽ ശ്രമിച്ചത്, ഞാൻ പറഞ്ഞു, തുടക്കം മുതൽ അവർ ശ്രമിച്ചത് രാഷ്ട്രീയം ഒന്നും പറയാനില്ല. ആദ്യഘട്ടത്തിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞൊരു പ്രചരണത്തിന് ശ്രമിച്ചു. പക്ഷേ കൃത്യമായും അദ്ദേഹത്തിൻ്റെ MB ഫണ്ട് ചെലവഴിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് അത് ജനങ്ങളോട് അദ്ദേഹവും പറഞ്ഞു. മുന്നണിയും വളരെ ശക്തമായ ഇതിനകത്ത് പ്രചരണം മുമ്പോട്ട് പോയപ്പോൾ അതിൽ നിന്ന് CPM പുറകോട്ട് പോയി.
പിന്നീട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യേക സ്ക്വാഡ്. എന്തിനാണത് അങ്ങനെ ഒരു പ്രചരണം? ശ്രീ കെ സുധാകരൻ അദ്ദേഹം ഈ കണ്ണൂരിൽ നടാലിലൊരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ, യുവജന രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഗതിവിഗതികളെല്ലാം കണ്ണൂർ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ പ്രവർത്തനം കണ്ണൂർ കണ്ടതാണ്. ഈ കണ്ണൂരിലെ രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ അദ്ദേഹം നടത്തിയ സന്ധിയില്ലാത്ത സമരങ്ങൾ, രാഷ്ട്രീയ പോരാട്ടങ്ങൾ കണ്ണൂർ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം കണ്ണൂരിൻ്റെ മനസ്സിൻ്റെ മുമ്പിൽ, കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പിലിരിക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയവും പറയാനില്ലാതെ ന്യൂനപക്ഷ മേഖലകളിൽ കടന്നു കയറിയിട്ട് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി CPM ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് വിജയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ആത്മവിശ്വാസം. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ CPM ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് CPM-ന് തന്നെ തിരിച്ചടിയാകും. കാരണം ആ രീതിയിൽ എടുത്തു വെക്കുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രചരണം ഞങ്ങളതിനൊന്നും നിന്നിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പോലും ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നടത്തിയ ചില പരാമർശങ്ങൾ, പാമ്പുരുത്തിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, റീപോളിംഗ് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളുടെ മുഖവിടം പരിശോധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഞങ്ങളതൊന്നും വേണമെങ്കിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത്. പക്ഷെ ഞങ്ങൾ ആ രീതിയിൽ നിന്നില്ല. ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയമാണ്, ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള തെളിഞ്ഞ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്. അതുമാത്രമല്ല, ഈ ജില്ലക്കകത്ത് CPM കൊന്നൊടുക്കിയ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ അവരുടെ അക്രമ രാഷ്ട്രീയം എല്ലാ തെരഞ്ഞെടുപ്പിനകത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ട്. അതല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങളൊരു മറ്റൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ പോയിട്ടില്ല. പക്ഷേ CPM അവസാന നിമിഷം വരെ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. അതായത് വടകരയിൽ എക്സ്ട്രീം ലെവലിൽ അത് പരിശ്രമിച്ചു, കണ്ണൂരിനകത്ത് അതിൻ്റെ ശ്രമം നടത്തിയിരുന്നു അവരുടെ പ്രചരണ രംഗത്ത്. പക്ഷെ അത് ജനങ്ങൾ അത് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായിരുന്നു ഈ പ്രചരണ രംഗത്തൊക്കെ, വലിയ പ്രയാസം നേരിടേണ്ടി വന്ന ഒരു കാര്യം കെ സുധാകരൻ്റെ പ്രസ്താവന. അതായത് എനിക്ക് തോന്നിയാൽ ഞാൻ BJP-യിലേക്ക് പോകും എന്നുള്ള രീതിയിൽ ആവർത്തിച്ച് അദ്ദേഹം പലപ്പോഴും പറഞ്ഞ കാര്യം, അതിന് വിശദീകരണം നൽകുക എന്നതിലേക്ക് ചുരുങ്ങിപ്പോയി. അതൊന്നും കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് അറിയാം. ശ്രീ കെ സുധാകരനെ അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ തമാശക്കൊക്കെ പറയും എൻ്റെ പട്ടി പോകുമെന്ന് പറയും, അങ്ങനെ പറയാറുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താ? എൻ്റെ പട്ടി പോലും, എൻ്റെ വീട്ടിൽ വളർത്തുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും എല്ലാവർക്കും അറിയാം ബ്രൂണോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ, എൻ്റെ പട്ടി പോലും പോവില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് പറയുന്ന വാക്കുകളെ അടർത്തി, ഇന്നിപ്പോൾ പുതിയ കാലമാണ്, ആ പുതിയ കാലത്ത് വാക്കുകളെ അടർത്തിയെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അതുപോലെ അദ്ദേഹത്തിൻ്റെ വേറൊരു പരാമർശവും ഇതൊക്കെ സാന്ദർഭികമായി അത് അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നതാണെന്ന് കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾക്കും പറയാം. അതിനെയൊന്നും ഞങ്ങൾ ഒരു തരത്തിലും ഞങ്ങൾ ഭയന്നിട്ടുമില്ല. അതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉറച്ച മതേതര നിലപാടുകൾ, ഈ നാട്ടിലെ ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, അദ്ദേഹം രാഷ്ട്രീയപരമായി എടുത്തിട്ടുള്ള നിലപാടുകൾ, അതൊക്കെ ഷുക്കൂർ വധക്കേസിലും ഷുഹൈബ് വധക്കേസിലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഈ നാട്ടിലെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന ആളുകൾ, സാധാരണക്കാർ, അവരുടെ ജാതിയും മതവും വർണ്ണവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ അദ്ദേഹം നടത്തുന്ന സഹായങ്ങൾ, ഇതെല്ലാം കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾക്കറിയാം. ഇത് വേറെ എവിടെയല്ലല്ലോ, വേറെ ഒരു ഉത്തരേന്ത്യ ഒന്നും അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി അതിനെയൊന്നും ഒരു ഘട്ടത്തിലും ഞങ്ങൾ ഭയന്നിട്ടില്ല. പക്ഷെ അത് CPM ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ പ്രചരണം കൊണ്ടുപോകാൻ വേണ്ടി CPM ശ്രമിച്ചിരുന്നു. പക്ഷെ അത് വിജയിച്ചിട്ടില്ല. ഉറച്ച ബോധ്യം കെ സുധാകരൻ എന്ന മതേതരവാദിയുടെ, ജനാധിപത്യവാദിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെക്കുറിച്ച്, രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ച് അറിയുന്ന കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പിൽ അത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തെ എല്ലാവർക്കും നന്നായി അറിയാം. ഈ മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ ഈ BJP-യുടെ വോട്ടുകൾ കാലാകാലങ്ങളിലായി സുധാകരന് കിട്ടിയിട്ടുണ്ടാകാം എന്ന് അവരുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ കഴിഞ്ഞ അഭിമുഖത്തിൽ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഈ BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കൊക്കെ കണ്ണൂരിൽ നേതൃത്വം നൽകിയ ആളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് BJP-യുടെ വോട്ടുകൾ കെ സുധാകരന് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഇത്തവണ അത് നമ്മൾ അടച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. BJP-യുടെ വോട്ട് സ്വാഭാവികമായിട്ടും സുധാകരന് കിട്ടാറുണ്ടായിരുന്നു. ശ്രീ കെ സുധാകരൻ മത്സരിക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെയാണ്. നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനാണ് ശ്രീ കെ സുധാകരൻ മത്സരിക്കുന്നത്, UDF മത്സരിക്കുന്നത്, കോൺഗ്രസ് ഈ രാജ്യത്ത് മത്സരിക്കുന്നത്. ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി. സുധാകരൻ്റെ പ്രസംഗം നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം മുതൽ അവസാന നിമിഷം വരെ, കൊട്ടിക്കലാശത്തിലെ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ കണ്ണൂർ നഗരത്തിലെ പ്രസംഗം വരെ, ഞാൻ മോദിക്കെതിരെയാണ് മത്സരിക്കുന്നത്, ഞാൻ BJP-ക്കെതിരെയാണ് മത്സരിക്കുന്നത്, സംഘപരിവാറിൻ്റെ ഫാസിസം അവസാനിപ്പിക്കാനാണ് മത്സരിക്കുന്നത്. ഇത് പറയുന്ന ഒരാളെടുത്ത് അങ്ങനെ ഒരു ചോദ്യത്തിനെ പ്രസക്തിയില്ല. BJP-യും ഈ നാട്ടിലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുമായും ഒരു തരത്തിലുള്ള സന്ധി ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗം, ഓരോ പോയിന്റിലെ പ്രസംഗവും മോദിക്കെതിരെയാണ്, നരേന്ദ്രമോദിക്കെതിരെയാണ്, BJP-ക്കെതിരെയാണ്, RSS-നെതിരെയാണ്. അപ്പോൾ സ്വാഭാവികം അങ്ങനെ ഒരു ചോദ്യത്തിനെ പ്രസക്തിയില്ല. BJP-യുടെ വോട്ട് ഞങ്ങൾക്കിടെ ആവശ്യമില്ല. ഇവിടെ UDF-ന് അല്ലാതെ തന്നെ ഇപ്പം BJP എല്ലാ കാലത്തും മത്സരിക്കുന്നുണ്ട്, അവരവരുടെ വോട്ട് പിടിക്കുന്നുണ്ട്. BJP-ക്ക് അങ്ങനെ ഒരു വലിയ ശക്തി കണ്ണൂർ ജില്ലക്കകത്ത്, കണ്ണൂർ പാർലമെന്റിനകത്ത് ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. എത്ര പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അവർക്ക് ഈ ജില്ലക്കകത്ത്, ഈ കണ്ണൂർ പാർലമെന്റിനകത്ത് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇല്ല, അവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരില്ല. മുനിസിപ്പാലിറ്റിയിൽ 1-2 കൗൺസിൽ, കോർപ്പറേഷനിൽ ഒരു കൗൺസിലർ ഉണ്ട്, കുറച്ച് പഞ്ചായത്തിൽ എണ്ണിത്തക്കാവുന്ന 1-2 പഞ്ചായത്ത് മെമ്പർമാരുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഒരു പഞ്ചായത്തിൽ പോലും അവർ ഭരണത്തിലോ അല്ലെങ്കിൽ ഭരണകക്ഷിയോ അല്ല. അപ്പൊ കേരളത്തിലെ ഏറ്റവും ദുർബലമായ ഒരു സംവിധാനമാണ് കണ്ണൂർ പാർലമെന്റിനകത്ത് BJP. അപ്പൊ ആ BJP-യെ തുറന്നെതിർക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു ഘട്ടത്തിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഒരു ഘട്ടത്തിനകത്തും ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല, അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടുമില്ല. BJP-യുടെ വോട്ട് വാങ്ങി ജയിക്കേണ്ട ഒരു ഗതികേടൊന്നും കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് UDF-നില്ല. സ്വാഭാവികമായും ശ്രീ കെ സുധാകരനെ ഇഷ്ടപ്പെടുന്ന, അതിന് ഞങ്ങൾ പറയും 100 കണക്കിന് ആളുകൾ, ഇപ്പോൾ വോട്ടർ പട്ടികയിലെ വോട്ടാണ്. ആ വോട്ടിനകത്ത് ശ്രീ കെ സുധാകരന് വോട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാം. ശ്രീ കെ സുധാകരന് വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ടെന്ന് പറയുന്നത് നരേന്ദ്രമോദിക്കെതിരാണ്, BJP-ക്കെതിരാണ്, സംഘപരിവാറിന്റെ ഭരണത്തിനെതിരാണ്, ഇടതുപക്ഷത്തിനെതിരാണ്, CPIM-നെതിരാണ്. കെ സുധാകരൻ കോൺഗ്രസിന്റെ മൂല്യങ്ങൾ പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. UDF-ന്റെ ഇന്ത്യ സഖ്യത്തിന്റെ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയം പറഞ്ഞാണ് അദ്ദേഹം വോട്ട് ചോദിച്ചിട്ടുള്ളത്. ആ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നത് മുഴുവൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നതിന് എന്താണ് തെറ്റ്? അങ്ങനെ വോട്ട് ചെയ്തവരുണ്ടാവാം. അതല്ലാതെ ഒരു തരത്തിലും BJP-യെ തുറന്നെതിർത്ത് രാഷ്ട്രീയം പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനവും ഈ തെരഞ്ഞെടുപ്പിന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളും നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണത്തെ അത്ര സജീവമായി ഒരിക്കലുമല്ല. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു വല്ലാത്തൊരു ആവേശമാണ് അവർ. ഞാനൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അത് അനുഭവിച്ചാണ്. അവരുടെ സ്നേഹവും, അവർ സ്ഥാനാർത്ഥിയെ UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തം സ്ഥാനാർത്ഥിയെ പോലെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണേണ്ടത്. ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ റോഡ് ഷോ നടത്തി. അദ്ദേഹത്തിന്റെ തിരക്കിട്ട സമയം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ സമയം അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിച്ചു. മുനവർ അലി തങ്ങൾ ഉൾപ്പെടെ, PK ഫിറോസ് ഉൾപ്പെടെ എണ്ണം പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മുഴുവൻ, കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു UDF-ന്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് ശ്രീ കെ സുധാകരൻ എന്നാണ്. തുടക്കം മുതൽ അവസാനം വരെ, ശാഖാതലം മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കാണിച്ചൊരു ആവേശം, ഈ തെരഞ്ഞെടുപ്പിനകത്ത് കാണിച്ച അവരുടെ ഒരു ഉത്സാഹം, തീർച്ചയായും ചരിത്രത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മികച്ച പ്രവർത്തനം, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് മുസ്ലിം ലീഗ് തന്നെയാണ്. അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഇടവും ബലവും, പ്രത്യേകിച്ച് അതിലെടുത്തു പറയേണ്ടത് മൗലവി സാഹിബിന്റെ ഒരു വിയോഗത്തിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. മൗലവി സാഹിബാണ് ഈ ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ മുഖം. ബഹുമാനായ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, അതുപോലെ തന്നെ സഅദുൽ സാഹിബ്, അദ്ദേഹം പാർലമെന്റ് കാസർഗോഡിലും കണ്ണൂരിലും വടകരയിലും ഒരുപോലെ ഇവരുടെയൊക്കെ നേതൃത്വത്തിനകത്ത് മുസ്ലിം ലീഗിന്റെ മുഴുവൻ സംഘടനാ മിഷനറി. ഞങ്ങൾ സാധാരണ UDF ആയി പ്രവർത്തിക്കാറുണ്ട്, എന്നാൽ ഇത്തവണ പ്രവർത്തകരെ കൂടുതൽ സജീവമാക്കാൻ കൂടുതൽ നോമ്പ് കാലത്തിന്റെ ഒരു ചെറിയ പ്രയാസം തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവർ സമാന്തരമായിട്ട് തന്നെ യാത്ര നടത്തുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം എവിടെയെങ്കിലും ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ അതുപോലും കണ്ടെത്തി പരിഹരിച്ച് ഒരു നേരിയ വീഴ്ച പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അതിസൂക്ഷ്മമായ ഒരു നിരീക്ഷണം ഇത്തവണ തെരഞ്ഞെടുപ്പിനകത്തുണ്ടായി. അവരുടെ നേതാക്കന്മാർ, പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു തർക്കമില്ല. തീർച്ചയായും കണ്ണൂർ പാർലമെന്റിനകത്ത് മുസ്ലിം ലീഗ് വലിയൊരു ശക്തിയാണ്. കോൺഗ്രസിന്റെ എല്ലാ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ പിന്നിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ അത്യധ്വാനമുണ്ട്. അത് തളിപ്പറമ്പിലും കണ്ണൂർ 7 അസംബ്ലിയിലും അത് ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ സംഘടനാ മിഷനറി കോൺഗ്രസ് ഒരുങ്ങുന്നതിനേക്കാൾ നന്നായി മുസ്ലിം ലീഗ് ഒരുങ്ങി എന്നുള്ളതാണ്. അവരുടെ ദേശരക്ഷാ യാത്ര ഇതിനു മുമ്പുണ്ടായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് വോട്ടർ പട്ടികയും അനുബന്ധ പ്രവർത്തനങ്ങളാണ് കൂടുതൽ ശ്രദ്ധിച്ചതെങ്കിൽ രാഷ്ട്രീയ പ്രചരണ രംഗത്ത് വാഹനജാഥ നടത്തിയിട്ട് അതൊന്നും അടുത്ത കാലത്തൊന്നും തെരഞ്ഞെടുപ്പുകൾ എനിക്ക് ഓർമ്മയില്ല, മുമ്പുണ്ടാവാം. എന്നാലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് മത്സരമായിരുന്നു. കോൺഗ്രസ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു. എന്നാൽ ആ ദേശരക്ഷാ യാത്ര നൽകിയ ഒരു ഉണർവ് ജില്ലയിലാകെ ഈ 11 അസംബ്ലികളിലും അത് വലിയൊരു രാഷ്ട്രീയപരമായ ഒരു ഊർജ്ജം UDF-ന് പകർന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും ചെയ്യുന്നതിനേക്കാൾ നല്ല പ്രവർത്തനം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ ആ പോരാട്ടമാണ് VP അബ്ദുൾ റഷീദിനെ ഒരു വലിയ സ്വീകാര്യതയുള്ള അല്ലെങ്കിൽ ഒരു വലിയ നേതാവിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചത് എന്ന് പലരും പറയുന്നുണ്ട്. സത്യമാണോ അത്?
അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കണമെന്നോ അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും മനസ്സിലുണ്ടായിരുന്നില്ല. ജവഹർ ബാലജന വേദിയിലൂടെയാണ് ഞാൻ ജില്ലയിലെ നേതൃരംഗത്തേക്ക് കടന്നു വരുന്നത്. ജവഹർ ബാലജനയുടെ ബ്ലോക്ക് കോർഡിനേറ്റർ ആയിരുന്നു, ബ്ലോക്ക് ചെയർമാൻ ആയിരുന്നു, ജില്ലാ കോർഡിനേറ്റർ ആയിരുന്നു, ജില്ലാ ചെയർമാൻ ആയിരുന്നു. 2007 KSUവിൻ്റെ നേതൃനിരയിലേക്ക് വന്നു. KSUവിൻ്റെ ജില്ലാ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു, ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നു. പിന്നീട് ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. പ്രസിഡന്റായി ശ്രീ അഭിജിത്ത് വിജയിച്ചു. ഞാൻ തൊട്ടടുത്ത് വോട്ട് നേടി വൈസ് പ്രസിഡന്റായി. സംസ്ഥാനത്ത് മുഴുവൻ പ്രചരണ പ്രവർത്തനങ്ങളുമായി കേരളത്തിൽ നടന്ന ആ സമയത്ത് നടന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളെല്ലാം സ്റ്റാർ ക്യാമ്പയിനറായി KPCCയുടെ പ്രചരണ രംഗത്ത് പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംസാരിക്കാവുന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ തമിഴ്നാട്ടിലെ ഊട്ടിയിലും അതുപോലെ തന്നെ കർണാടകയിൽ കൊടക് ജില്ലയിലും അവിടെ ആ സമയത്ത് നടന്ന പ്രചരണങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളുടെയും പ്രചരണത്തിന് വേണ്ടി സ്വാഭാവികമായും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രചാരകരെ അയക്കാറുണ്ട്. ആ രീതിയിൽ പ്രചരണ ചുമതല വഹിച്ചു. അതിൻ്റെ ഇടയിൽ ലക്ഷദ്വീപിൽ 2 തവണ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും പ്രചരണം, ആദ്യം അവിടെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ പ്രചരണത്തിന് പോയതായിരുന്നു, പിന്നീട് വീണ്ടും അവിടത്തേക്ക് സ്റ്റാർ ക്യാമ്പയിനറായിട്ട് തന്നെ അയച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് തന്നെ ഒരു താല്പര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുമെന്നുള്ളൊരു സൂചന നൽകിയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സീരിയസ് ആണെന്നൊന്നും ഞാനും കരുതിയിരുന്നില്ല. അപ്പോൾ അവസാന നിമിഷമാണ് അന്തരിച്ചുപോയ ബഹുമാന്യനായ ശരീരനായ കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനി, അദ്ദേഹമാണ് കൂടുതൽ താല്പര്യം, അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് കൂടുതൽ താല്പര്യം എടുത്ത് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പൊന്നും നടത്തിയിരുന്നില്ല. പെട്ടെന്നൊരു പ്രഖ്യാപനം വന്നു, പാർട്ടിയുടെ ചെറിയൊരു അറിയിപ്പ് അതിനു മുമ്പ് കിട്ടിയിരുന്നു, മത്സരിക്കേണ്ടി വരും, സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് KPCCയിൽ നിന്ന് ലഭിച്ചിരുന്നു. അപ്പോൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവസാന നിമിഷമാണ് കേരള കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന തളിപ്പറമ്പ് നിയമസഭാ നിയോജക മണ്ഡലം കോൺഗ്രസിനൊന്ന് മത്സരിക്കാൻ പറ്റിയൊരു മണ്ഡലമാണ് എന്ന് വിലയിരുത്തേണ്ട അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് UDF സംവിധാനത്തിൽ അത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടാണ് KPCC നിർദ്ദേശപ്രകാരം KPCC പ്രഖ്യാപിക്കുമ്പോഴാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോലും ആ സമയത്താണ് ഒന്ന് ഒരുങ്ങുന്നത്. ഒരു മുന്നൊരുക്കം നടത്താനുള്ള സമയം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ അവിചാരിതമായി സ്ഥാനാർത്ഥിയാവുന്നു. ആ സമയത്ത് ചെറിയൊരു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ മുഴുവൻ തളിപ്പറമ്പിലും ബാധിച്ചിരുന്നു. പ്രചരണ രംഗത്ത് ഏകദേശം ഒരു 2 ആഴ്ചക്കാലത്തോളം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു തളിപ്പറമ്പിൽ. ഒന്നും ചെയ്യാൻ പറ്റാത്ത, കമ്മിറ്റി പോലും കൂടാൻ പറ്റാത്തൊരവസ്ഥ. പിന്നീട് ഇരിക്കൂറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടപ്പോഴും തളിപ്പറമ്പിലെ പ്രശ്നങ്ങൾ അന്ന് പരിഹരിക്കപ്പെടാതെ, സംഘടനയ്ക്ക് ഉള്ളിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തൊരവസ്ഥയിൽ പ്രചരണ രംഗത്തേക്ക് ആദ്യം സജീവമായി ഇറങ്ങുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് പ്രചരണം ഏറ്റെടുക്കുകയും പിന്നീട് പാർട്ടി നേതൃത്വം ഇടപെട്ട് പ്രചരണ രംഗത്ത് ഇരിക്കൂറിലെ പ്രശ്നങ്ങളുടെ പുറത്ത് തളിപ്പറമ്പിൽ മാറി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരു വിഭാഗത്തെ അറിയിക്കും. അവരെ കൂടി സജീവമായി പിന്നീട് വളരെ വേഗത്തിൽ, അതായത് 9-ാം തീയതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന് 22-ാം തീയതിയാണ് ഒന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പോലും വിളിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം മുഴുവൻ ഇടപെട്ടു. പ്രചരണ രംഗം ഒരു സത്യം പറഞ്ഞാൽ 2 ആഴ്ച മാത്രമാണ് തളിപ്പറമ്പിൽ ഒരു UDF സംവിധാനത്തിനകത്ത് കൃത്യമായി ഒരു പ്രചരണം നടത്താൻ സാധിച്ചത്. പക്ഷെ ആ 2 ആഴ്ച കൊണ്ട് വളരെ വേഗത്തിൽ ഓടിയെത്താനും 42,000-ത്തിലധികം, ഏകദേശം സമീപ അസംബ്ലികളെ വെച്ച് നോക്കിയപ്പോൾ പയ്യന്നൂർ 1,00,000 കടന്നു, കല്യാശ്ശേരി 1,00,000 കടന്നു, തൊട്ടടുത്ത മട്ടന്നൂർ, ഇതൊക്കെ ഇതിന്റെയൊക്കെ നടുവിലാണ്. ഇതിന്റെ എല്ലാം അസംബ്ലി അതിർത്തി പങ്കിടുന്നതാണ്. 40,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നിലവിലുണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന പോലെ തൊട്ടടുത്ത മട്ടന്നൂർ അസംബ്ലി 60,000 കടന്നു, കണ്ണൂർ അഴീക്കോടും പരാജയത്തിലേക്ക് പോകുന്നു. ആ സാഹചര്യത്തിലും ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും 55 വർഷക്കാലമായി ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് തളിപ്പറമ്പ്. 55 വർഷം മുമ്പ് CP ഗോവിന്ദൻ നായർ 77 ജയിച്ചു എന്ന് പറയുമ്പോഴും ഇരിക്കൂറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അന്ന് തളിപ്പറമ്പായിരുന്നു. ഇരിക്കൂറിന്റെ ഒരു പരിച്ഛേദമായിരുന്നു അന്നത്തെ തളിപ്പറമ്പ്. പുതിയ തളിപ്പറമ്പിൽ ആർക്കും എന്താ പറയുക, കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് ബാലികേറ മലയായിരുന്ന 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച ഒരു അസംബ്ലിക്കകത്ത് 2 ആഴ്ചക്കാലം പ്രവർത്തകരുടെ കൂടെ, അന്ന് രാത്രി ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, രാവിലെ ഒരു 5:30 ആകുമ്പോഴേക്കും ഇറങ്ങും, തിരിച്ച് ഉറങ്ങുന്നത് അന്ന് 2-3 മണിക്കൂർ മാത്രമാണ്. ആ രീതിയിൽ അവസാനത്തെ 2 ആഴ്ചക്കാലം നടത്തിയ ഒരു പ്രവർത്തനങ്ങൾ, ഭൂരിപക്ഷം എതിരാളിയായി മത്സരിക്കുന്നത് 2 തവണ MLA ആയ ഗോവിന്ദൻ മാഷാണ്.
അത് മാത്രമല്ല ഗോവിന്ദൻ മാഷിന് അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ അസംബ്ലിയാണ്, അദ്ദേഹത്തിന് പ്രവർത്തന മണ്ഡലമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ 10 വർഷക്കാലം ആദ്യം തളിപ്പറമ്പിന്റെയും പിന്നീട് ആന്തൂരിന്റെയും മുനിസിപ്പൽ ചെയർപേഴ്സണാണ്. വ്യക്തിപരമായി ഇവർക്കുണ്ടാകുന്ന ബന്ധങ്ങൾ, രാഷ്ട്രീയപരമായുള്ള ബന്ധങ്ങൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് കോട്ടയായ ആന്തൂരും മലപ്പട്ടവും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ, CPM-ന്റെ ശക്തി ദുർഗങ്ങളായ എല്ലാ കാലത്തും ലോക്കൽ ബോഡി വന്നതിൽ പിന്നെ CPM ഭരിക്കുന്ന പരിയാരം, കുറുമാത്തൂര്, അതുപോലെ തന്നെ മയ്യില്, കുറ്റ്യാട്ടൂര്, ഈ പഞ്ചായത്തുകളുടെ പകുതിയോളം പ്രദേശങ്ങൾ എല്ലാ കാലത്തും CPM-ന്റെ ഒരു അപ്രമാദിത്വം നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവപ്പൻ കോട്ടകൾ. അപ്പൊ അവിടെ അങ്ങനെ ഒരു അസംബ്ലിക്കകത്ത് മത്സരിക്കാൻ പോകുമ്പോൾ വലിയ ആത്മവിശ്വാസം, തുടക്കത്തിൽ തന്നെ വലിയൊരു ആത്മവിശ്വാസം കിട്ടി, ജനങ്ങളെ ചേർത്ത് പിടിച്ചു. പക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെതായ ഒരു പ്രവർത്തനവും ഒരു സംതൃപ്തി നൽകുന്ന പ്രവർത്തനം ഇപ്പോൾ നമുക്ക് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നടത്തിയ പോലെയുള്ള ഒരു സംതൃപ്തി നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ അതിന് ഇലക്ഷന് ശേഷമാണ്. അതിനു മുമ്പൊരു ഇലക്ഷന് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു മുൻപരിചയം ഉണ്ടായിട്ടില്ല. എങ്കിലും നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടി പോരാടി ആ ഭൂരിപക്ഷം UDF-ന്റെ വോട്ട് ഷെയർ 50,000-ൽ നിന്ന് 71,000-ലേക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ പേരാവൂരിന്റെ, അതായത് ഇരിക്കൂറിന്റെ അതേ വോട്ട് ഷെയർ ആണ് തളിപ്പറമ്പ്. ഇരിക്കൂർ UDF നേടിയ ടോട്ടൽ വോട്ടും തളിപ്പറമ്പിൽ UDF നേടിയ ടോട്ടൽ വോട്ടും സെയിം ആണ്. അത് മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം ഈ പറയുന്ന പോലെ 1,00,000 കടന്നു പോകേണ്ടിയിരുന്ന ഒരുപക്ഷെ വിജയനെ പോലെയുള്ള, മഹസൂവിനെ പോലെയുള്ള MLA-മാർ 1,00,000 കിടക്കുമ്പോൾ, ശൈലജ ടീച്ചർ 60,000 കിടക്കുമ്പോൾ, ഗോവിന്ദ മാഷിന്റെ ഒരു തലപ്പൊക്കവും CPM-ലെ അദ്ദേഹത്തിന്റെ സ്ഥാനവും അദ്ദേഹത്തിന്റെ സൈദ്ധാന്തിക മുഖവും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ എക്സ്പീരിയൻസും വ്യക്തിപരമായ ബന്ധങ്ങളും പാർട്ടിയുടെ ശക്തിയൊക്കെ വെച്ച് 1,00,000 കടന്നു പോകേണ്ട വോട്ട് 20,000-നകത്ത് പിടിച്ചു നിർത്താൻ സാധിച്ചത് അവിടുത്തെ UDF പ്രവർത്തകരുടെ കഠിനാധ്വാനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാരുടെയും പ്രവർത്തകരെയും അടികൊണ്ടവരുടെ എത്രയോ പേർ ബൂത്തിലിരുന്ന് മുഖം മാന്തിപ്പറിച്ച് അവസാനം ചോര ഒലിച്ച്, ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു ചെറിയൂരിലെ കൃഷ്ണേട്ടനെ പോലെയുള്ളവർ, വേശാല ബൂത്തിനകത്ത് ഷംസുദ്ദീനെയും വിനോദനെയും പോലെയുള്ളവർ തലയിൽ മുളക് വെള്ളം കലക്കി ശരീരം മുഴുവൻ അത് ഒഴിച്ച് അവസാനം ബൂത്തിൽ സീൽ ചെയ്യുന്നത് വരെ ആ ബൂത്തിലിരുന്ന, അങ്ങനെ അക്രമം നേരിട്ട 100 എത്രയോ വാഹനം തകർക്കപ്പെട്ടു, എത്രയോ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു തളിപ്പറമ്പിലും പരിസര പ്രദേശങ്ങളിലും. അതെല്ലാം സഹിച്ചും ത്യാഗം സഹിച്ചും അവർ നടത്തിയ ഒരു പോരാട്ടത്തിന്റെ ഒരു പ്രതിഫലനമായിരുന്നു ആ ഭൂരിപക്ഷം നേരെ പകുതിയാക്കാനും ഒരു മികച്ച പ്രവർത്തനം നടത്തി തളിപ്പറമ്പ് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം UDF-ന് പ്രതീക്ഷയുള്ള ഒരു നിയമസഭാ മണ്ഡലമാക്കി മാറ്റിയെടുക്കാൻ, അതിലൊരു സ്ഥാനാർത്ഥിയായി അവരുടെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളുടെ കൂടെ നിൽക്കാൻ സാധിച്ചു എന്ന നിലയിൽ വലിയ ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായും നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെയും ഇന്ന് ഈ ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോഴും പരിപാടിക്ക് വരുന്നതിന് മുമ്പും ഞാൻ കുറ്റ്യാട്ടൂരിൽ അവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സുശാന്തിന്റെ അച്ഛന്റെ മരണ വീട്ടിൽ, അവിടെ അതിർത്തിയിലാണ്, കുറ്റ്യാട്ടൂർ പഞ്ചായത്തിന്റെ അതിർത്തിയിലാണ്, ഒരു മരണ വീട്ടിൽ പോയിട്ടാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഇന്നേ വരെ ഇപ്പോൾ വൈകുന്നേരം കടന്നു പോകുന്നത് തളിപ്പറമ്പ് ടൗണിൽ ഒരു മരണ വീട്ടിലേക്കാണ്. അവിടുത്തെ UDF പ്രവർത്തകരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും അവരുടെ കൂടെ നിൽക്കാൻ ഞാനത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാനത് ഉറപ്പ് നൽകിയാണ്. എൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ തളിപ്പറമ്പിലെ ഓരോ UDF പ്രവർത്തകരുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും അവർക്ക് എന്നോട് താല്പര്യമുള്ള കാലത്തത്രയും തളിപ്പറമ്പിൽ സജീവമായി പ്രവർത്തിക്കും. CR മഹേഷ് ആണോ ഒരു റോൾ മോഡൽ? തീർച്ചയായും അദ്ദേഹം അതിനകത്ത് എല്ലാവർക്കും ഒരു റോൾ മോഡലാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ള ചിന്തയൊന്നുമല്ല. പക്ഷെ നമുക്ക് വോട്ട് ചെയ്ത് ഇത്രയും ഒരു പ്രതികൂല സാഹചര്യത്തിലും കൂടെ നിന്ന പ്രവർത്തകരെ അല്ലെങ്കിൽ വോട്ട് ചെയ്ത ജനാധിപത്യ വിശ്വാസികളെ, 71,000 വോട്ട് എന്ന് പറയുന്നത് നിസ്സാരം വോട്ടല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 35ാമത്തെ ഉയർന്ന വോട്ടാണ് UDF-ന്റെ. 140 മണ്ഡലം 35ാമത്തെ ഉയർന്ന വോട്ടാണ് 71,000 വോട്ട് എന്ന തളിപ്പറമ്പിലെ വോട്ട്. അത്രയും വോട്ട് നൽകി ഞാൻ ഒരു അമാനുഷികനല്ല, വേറെ സംഘടനാ രംഗത്ത് സജീവമായി പാർട്ടി നൽകിയ ഉത്തരവാദിത്തത്തോടെല്ലാം നീതി പുലർത്തി ഈ സമയം കഴിഞ്ഞ 19 വർഷക്കാലവും സജീവമായി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത്, കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത്, കോൺഗ്രസിന്റെ വർഗ ബഹുജന സംഘടനകളുടെ സംഘടനാ രംഗത്ത് സജീവമായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് ലഭിച്ച മുഴുവൻ സ്ഥാനങ്ങളോട് നീതി പുലർത്തിയിട്ട്. അപ്പോൾ അതിന് തളിപ്പറമ്പിലെ UDF പ്രവർത്തകർ നൽകിയ അംഗീകാരം, അത് എൻ്റെ മരണം വരെ ഞാനത് ഓർക്കും. അവരോട് നീതി പുലർത്തി അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടാകും. തളിപ്പറമ്പിലെ UDF പ്രവർത്തകരുടെ മാത്രമല്ല, ഞാൻ അന്ന് തെരഞ്ഞെടുപ്പിന്റെ ഓരോ കോർണർ യോഗങ്ങളിലും ഞാൻ അവരോട് പറഞ്ഞിരുന്നു, തളിപ്പറമ്പിലെ ജനാധിപത്യ വിശ്വാസികൾ എല്ലാ കാലത്തും ജയിച്ചാലും തോറ്റാലും ഞാൻ നിങ്ങളുടെ വെളിപ്പുറത്ത് എനിക്ക് സാധ്യമായ രീതിയിലെല്ലാമുള്ള മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവർക്ക് വെളിപ്പുറത്ത് അവരുടെ ഒരു മകനായി, സഹോദരനായി, ഒരു കൂട്ടുകാരനായി, അല്ലെങ്കിൽ അവരുടെ ഒരു സഹായിയായി, തളിപ്പറമ്പിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഒരു സഹായിയായി അവർക്ക് കൂടെ ഉണ്ടാകും. മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് അവർക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് കൊടുത്ത വാക്ക്, ആ വാക്ക് ഇന്ന്
ഈ ദിവസം പോലും അവരോട് നീതി പുലർത്തിയിട്ടാണ് ഞാനൊരു മരണ വീട്ടിൽ പോയി ഇനി വൈകുന്നേരം അങ്ങോട്ട് തിരിച്ച് പോകാൻ ഇതൊക്കെ തരത്തിലുള്ള ഒരു മാനസികമായ ഒരു മാറ്റം സാധ്യമാണ്, പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു തീർച്ചയായും കണ്ണൂർ ജില്ലയിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു UDFന് രാഷ്ട്രീയപരമായി 6 നിയമസഭാ മണ്ഡലങ്ങളിൽ മുമ്പ് 6 MLA ഉണ്ടായതാണ്. ഇരിക്കൂറും പേരാവൂരും കണ്ണൂരും അഴീക്കോടും അതുപോലെ തന്നെ 5 MLA കൂത്തുപറമ്പിലും. അപ്പോൾ ഈ 5 അസംബ്ലികളിൽ രാഷ്ട്രീയപരമായ മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ശക്തി UDFനുണ്ട്. അത് കഴിഞ്ഞാൽ 11 അസംബ്ലികളും പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപക്ഷെ വോട്ടർ പട്ടിക പ്രവർത്തനം സുഗമമായി നടത്താൻ പറ്റിയാൽ തെരഞ്ഞെടുപ്പ് ദിവസം സുഗമമായി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനും വോട്ട് ചെയ്യിപ്പിക്കാനും കഴിഞ്ഞാൽ ഈ 11 അസംബ്ലി പിടിക്കാം. ഈ 5 അസംബ്ലികൾ UDFന് ശക്തിയുള്ള 5 അസംബ്ലികൾക്ക് ശേഷം 6ാമത് സാധ്യതയുള്ള ഏറ്റവും അടുത്ത സാധ്യതയുള്ള അസംബ്ലി തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലമാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും UDFന്റെ പ്രവർത്തകരുടെ വലിയൊരു ആത്മവിശ്വാസം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്തുണ്ടായി. അതിനു മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുധാകരന് കിട്ടിയ വലിയ വോട്ടിന്റെ ഒരു കണക്കിൽ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായി. തീർച്ചയായും ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 6 സ്ഥാനാർത്ഥി പോയി വരട്ടെ. ഇപ്പൊ അവിടെ ഇടക്കാലത്ത് കേരള കോൺഗ്രസിനാണ് കൊടുത്തത്. UDFന്റെ ഏത് പാർട്ടി ആവട്ടെ, UDFൽപ്പെട്ട ഏത് കക്ഷിയാവട്ടെ, തെറ്റായ തീരുമാനമായിരുന്നു. ഒരു UDFന് അതൊരിക്കലും ഒരു ഫ്ലോ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ആയി പോയിട്ടുണ്ട്. അല്ല, അതൊരിക്കലും ഞാൻ പറയാൻ ആളല്ല. കാരണം അത് UDFന്റെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അത് ഏറ്റെടുത്തത്. ഉണ്ടായിരുന്നു ഇല്ല, അതൊരു അച്ചടക്കമുള്ള പ്രവർത്തനം എന്നതിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും ആ ഒരു രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കോൺഗ്രസ് മത്സരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തു. കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും മത്സരിക്കാൻ പറ്റിയൊരു നിയമസഭാ മണ്ഡലമാണ്. ഇപ്പൊ ജനപ്രതിനിധികളുടെ എണ്ണം നോക്കിയാൽ മുസ്ലിം ലീഗിനും വലിയ ശക്തി തളിപ്പറമ്പ് അസംബ്ലിക്കകത്തുണ്ട്. തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ ലീഗിനാണ് കൂടുതൽ കൗൺസിലർമാർ. അതുപോലെ തന്നെ കൊളച്ചേരി പഞ്ചായത്തിൽ, അതുപോലെ തന്നെ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ ഒരു മെമ്പർ ലീഗിനുണ്ട്. അതുപോലെ തന്നെ ചപ്പാരപ്പുഴ പഞ്ചായത്തിൽ മെമ്പർമാരുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട്. അതുപോലെ പരിയാരം പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനാണ് കൂടുതൽ പഞ്ചായത്ത് മെമ്പർമാർ. അങ്ങനെ എല്ലാ മേഖലകളിലും മുസ്ലിം ലീഗിനും ഒരു നല്ല ശക്തിയുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. കോൺഗ്രസിനും നല്ല സംഘടനാ സംവിധാനവും ഒരുപാട് ആത്മാർത്ഥതയുള്ള പ്രവർത്തകരും നല്ല നേതാക്കന്മാരുള്ള ഒരുപാട് നല്ല പ്രവർത്തകരുള്ള ആത്മാർത്ഥതയുള്ള മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഒരു ജോലിയോ അങ്ങനെ സഹകരണ സ്ഥാപനങ്ങളൊക്കെ അവിടെ വളരെ കുറവാണ്. രാഷ്ട്രീയം കൊണ്ട് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഒരുപാട് നിഷ്കളങ്കരായ പ്രവർത്തകരുള്ള ഒരു മണ്ഡലമാണ്. വോട്ടർ പട്ടിക പ്രവർത്തനം വളരെ സുഗമമായി നടക്കാൻ സാധിച്ചാൽ, അതായത് ഇപ്പോഴും ഒരു 25 വർഷക്കാലമായി അവിടെ ഒരു വോട്ടർ പട്ടിക പ്രവർത്തനം നടന്നിട്ടില്ല. മരിച്ചവരെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നാടുവിട്ട് പോയവരുടെ, അത് സ്ഥലം മാറി പോയവരെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു 20,000-ന്റെ അടുത്ത് വോട്ട് ഇപ്പോഴും ഈ നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM കള്ളവോട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറച്ച വിശ്വാസം ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും 195 ബൂത്തുകളുള്ളതിൽ 21 ബൂത്തുകളിൽ ബൂത്ത് ഏജന്റുമാരെ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല. 11 ബൂത്തുകൾ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലുണ്ട്, ഒരു ബൂത്ത് മലപ്പട്ടം പഞ്ചായത്തിലുണ്ട്, 2 ബൂത്ത് മയ്യിൽ പഞ്ചായത്തിലുണ്ട്, കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ 2 ബൂത്തുണ്ട്, അതുപോലെ തന്നെ കുറുമാത്തൂർ പഞ്ചായത്തിൽ 1 ബൂത്തുണ്ട്, പരിയാരം പഞ്ചായത്തിൽ 1 ബൂത്തുണ്ട്. അങ്ങനെ 21 ബൂത്തുകളിൽ നിന്ന് ഒരു ബൂത്തിൽ ആവറേജ് വോട്ട് എടുത്താൽ 20,000-ലധികം വോട്ട് വരും. 20,000-ലധികം വോട്ട് പോൾ ചെയ്യുന്ന ബൂത്തുകൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കി രാഷ്ട്രീയ എതിരാളികളെ അടിച്ചോടിച്ച് എതിരാളികളെ ഭീഷണിപ്പെടുത്തി CPMന്റെ നിയന്ത്രണത്തിലായിരുന്നു. പൂർണ്ണമായും CPMന്റെ നിയന്ത്രണത്തിലായിരുന്നു. അവിടെ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞു, ആന്തൂരിലെ ബൂത്തിന്റെയൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പോഴും തരാൻ ജില്ലാ ഭരണകൂടം തയ്യാറല്ല. ജില്ലാ ഭരണകൂടം എന്താണ് മടിക്കുന്നത്, എന്താണ് ഒളിച്ചു വെക്കാൻ അതിനകത്തുള്ളത്? അപ്പോൾ ആ കള്ളവോട്ട് ആ 21 ബൂത്തുകളിലും അതിനോടനുബന്ധിച്ച് ചില ബൂത്തുകളിൽ ഈ ഓപ്പൺ വോട്ട് എന്ന പേരിൽ ഒരു ബൂത്തില് 50-50-ലധികവും ഓപ്പൺ വോട്ട്, അതായത് CPMന്റെ ഒരു വോട്ടറെ, CPMന്റെ ചിലപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയിലോ ഉള്ള ഒരു വോട്ടറെ സംശയം ഉണ്ടെങ്കിൽ ആ വോട്ട് ഒരു കുഴപ്പമില്ലെങ്കിൽ അവർ ഓപ്പൺ വോട്ട് ചെയ്യുകയാണ്, അപ്പൊ സഹായിയെ വെച്ചിട്ട്. അപ്പൊ ആ രീതിയിൽ ചെയ്ത വോട്ടുകൾ, ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലൂടെ വരുന്ന വോട്ടുകൾ, ആ വോട്ട് തന്നെയാണ് എല്ലാ കാലത്തും തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ ഏത് തെരഞ്ഞെടുപ്പിലായാലും CPMന് ഒരു മേധാവിത്വം നൽകിയത്. അത് അവസാനിപ്പിക്കാൻ പറ്റിയാൽ തീർച്ചയായും തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലവും UDFന് ഒരു നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച രാഷ്ട്രീയ ബോധ്യമുണ്ട്. അടുത്ത തവണയും ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല. ഒരിക്കലും രാഷ്ട്രീയ രംഗത്ത് ഇത്രയും കാലം നീണ്ട 18-19 വർഷക്കാലത്ത് ജവഹർ ബാലജനവേദിയുടെ ജില്ലാ ചെയർമാൻ മുതൽ KPCC മെമ്പർ വരെയുള്ള പാർട്ടി നൽകിയ ഓരോ സ്ഥാനത്തിരിക്കുമ്പോഴും ഒരിക്കൽ പോലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന അജണ്ട വെച്ചിട്ട് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടില്ല. പാർട്ടി ആവശ്യപ്പെട്ടപ്പോഴാണ് തളിപ്പറമ്പിൽ മത്സരരംഗത്ത് തയ്യാറായത്. അടുത്ത തവണയും ആവശ്യപ്പെട്ടാൽ അത് അല്ല, പാർട്ടി എന്താവശ്യപ്പെട്ടാലും അതിപ്പം എന്നോട് അതിന്റെ ഇടയിൽ കോളയാടിൽ നിന്ന് KPC മെമ്പറായി കോളയാട് സംഘടനാ പ്രവർത്തനം നടത്താൻ പറഞ്ഞു. എനിക്ക് വലിയ പരിചയമില്ലാത്തൊരു മേഖലയായിരുന്നു.
കോളയാട് ഈ പറയുന്നത് പോലെ മാങ്ങാട്ടിടവും ചിറ്റാരിപ്പറമ്പും കോളയാടും മാലൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ഞാനൊരു 5-6 മാസക്കാലത്തോളം ആ മേഖല കേന്ദ്രീകരിച്ചാണ് സംഘടനാ പ്രവർത്തനം നടത്തിയത്. യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിൽ മത്സരിക്കാൻ പറഞ്ഞതും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ്. KPCC മെമ്പറായിരിക്കെ തന്നെ അപ്പോൾ എൻ്റെ പ്രായപരിധി കടന്നിട്ടില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് യുവാക്കളെയും വിദ്യാർത്ഥി നേതാക്കന്മാരെയും കോപ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് KPCCയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയത്. ഇവിടുന്ന് ഞാനും റിജിൽ മാക്കുട്ടിയും അമൃത രാമകൃഷ്ണനും 3 ചെറുപ്പക്കാരെ യൂത്തിന്റെ ഭാരവാഹികളെയാണ് അന്ന് ഉൾപ്പെടുത്തിയത്. ആ സമയത്ത് എന്നെയും ഉൾപ്പെടുത്തി. അപ്പോൾ 2 പദവി വഹിക്കുന്നതിന്റെ ഒരു സാങ്കേതികത്വം നേതാക്കന്മാരോട് സംസാരിച്ചപ്പോൾ പ്രായപരിധി കടന്നിട്ടില്ലാത്തതിനാൽ യൂത്ത് കോൺഗ്രസിനകത്ത് മത്സരിക്കണം, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാണെന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിനകത്തും ഭാരവാഹിയായത്. യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ കാസർഗോഡ് ജില്ലയുടെ ചുമതലയാണ്. ഞാനിപ്പോൾ അവിടെ സ്ഥിരമായി സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട്. കാസർഗോഡ് ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി ഇനിയുള്ള ദിവസങ്ങളിൽ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടും സജീവമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും നിർവഹിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയും നയിച്ചിട്ടില്ല. തളിപ്പറമ്പിൽ മത്സരിച്ച് ഒരു സംഘടനാ തലത്തിലും KPCC തലത്തിലുമൊക്കെ ഒരു കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായി VP അബ്ദുൾ റഷീദ് മാറി. ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരു സംവിധാനത്തിന് പുറത്തേക്ക് പോയി മത്സരിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? കണ്ണൂരിനകത്ത് കോൺഗ്രസിലെ ഒരു തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളിൽ ഒരു കാലത്തും ഞാൻ അങ്ങനെ കക്ഷി ചേർന്നിട്ടില്ല. പാർട്ടി തന്നെ എൻ്റെ ഉപ്പ പകർന്നു തന്ന രാഷ്ട്രീയമാണ് എൻ്റെത്. ഉപ്പ നല്ലൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഇപ്പോൾ ഇടക്കാലത്ത് DIC ലീഡർ ശ്രീ K കരുണാകരൻ DIC രൂപീകരിച്ചപ്പോൾ ഒരു തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ DIC സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് ഒഴിച്ചു നിർത്തിയാൽ എല്ലാ കാലത്തും ഉപ്പ പകർന്നു തന്നൊരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയത്തിൽ ഒരിക്കലിപ്പം കണ്ണൂരിലെ പല പ്രശ്നങ്ങളുണ്ടായപ്പോഴൊന്നും അതിനകത്ത് ഒരു തരത്തിലും ഞാൻ പങ്കാളിയാകാൻ ആഗ്രഹിച്ചില്ല. ഉറച്ച രാഷ്ട്രീയ ബോധം, കോൺഗ്രസ് പാർട്ടിയോടുള്ള ആത്മാർത്ഥത. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയമൊന്നും യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല. ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഓൺലൈൻ വോട്ട് ഉൾപ്പെടെയുള്ള പ്രൊസീജിയർ ഉൾപ്പെടെ നടപ്പിലാക്കിയത്. അപ്പം നോമിനേഷൻ കൊടുത്തു. എല്ലാവരും സ്വതന്ത്രമായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷെ മാധ്യമങ്ങൾ പലരും പറയുന്നുണ്ട്, മാധ്യമങ്ങളിലൂടെ പലരും പറയുന്നുണ്ട്, പല സ്ഥാനാർത്ഥികളെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരോട് വോട്ട് ചോദിച്ചു. പ്രത്യേകിച്ച് ആരുടെയും പക്ഷം പിടിക്കാനോ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെയും പേര് പറയാനോ നിന്നില്ല. ഞാൻ ഇത്രയും കാലം ജവഹർ ബാലജന വേദിയിൽ ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഈ ജില്ലക്കകത്ത് ബാലസംഘടനയ്ക്ക് ഒരു അടിത്തറ പാകാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസം. ആ സമയം മുതൽ ഇങ്ങോട്ട് കോൺഗ്രസിന്റെ വേദികളിൽ വിളിച്ചെടുത്തെല്ലാം സാധ്യമായ സമയത്തെല്ലാം ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ അടുത്ത് പോയിട്ടുണ്ട്. അടി കിട്ടുമ്പോൾ, അവരാക്രമിക്കപ്പെടുമ്പോൾ, അവർ ജില്ലക്കകത്ത് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ ജില്ലയിലെ കോൺഗ്രസിന്റെ എല്ലാ സാംസ്കാരിക സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായി നിന്നിട്ടുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ തന്നെ എന്നെക്കൊണ്ട് മനുഷ്യസാധ്യമായ രീതിയിലെല്ലാം രാവും പകലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഏത് മേഖലയിലും പാർട്ടി ഏൽപ്പിച്ച ഏത് ഉത്തരവാദിത്വവും. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി 6 തവണ ജയിൽവാസം അനുഭവിച്ചു. 4 തവണ കണ്ണൂരിലും വിദ്യാർത്ഥി സമരങ്ങളുടെ ഭാഗമായി 2 തവണ പൂജപ്പുര ജയിലിലും. അങ്ങനെ ആ പ്രവർത്തനങ്ങളെ ഞാൻ മുമ്പിൽ വെച്ചു. ഞാൻ പ്രവർത്തകരോട് പറഞ്ഞു, ഒരു അവസരം മത്സരിക്കാൻ ഞാൻ എല്ലാ നേതാക്കന്മാരോടും അനുവാദം ചോദിച്ചതിന് ശേഷമാണ് മത്സരിച്ചത്. ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റിനോടും ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരോടും അനുഗ്രഹവും അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചു ഞാൻ മത്സരിക്കുന്നതിൽ. അപ്പോൾ എല്ലാവരും പറഞ്ഞു മത്സരിക്കണം, യൂത്ത് കോൺഗ്രസിലും കൂടെ ഭാരവാഹി ആകണം. അവരെല്ലാവരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മത്സരിച്ചത്. പ്രത്യേകിച്ച് പക്ഷം പിടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിന്റെ പേര് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനത്തിന്റെ കൂടെ നിൽക്കാനോ ഒന്നുമല്ല, യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ്. അപ്പോൾ സ്വാഭാവികം എല്ലാവരും ശ്രീ രാഹുൽ മാങ്കൂട്ട് ഉൾപ്പെടെ അബിൻ വർക്കി ഉൾപ്പെടെ എല്ലാവരും അതിന് തന്നെയാണ്. ഈ ജില്ലക്കകത്താണെങ്കിലും ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ആയാലും ഫർസിൻ മജീദ് ആയാലും അവരെല്ലാം മത്സരിച്ചത് അങ്ങനെ തന്നെയാണ്. അവരുടെ പ്രവർത്തനങ്ങളെ മുന്നിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ ജില്ലക്കകത്ത് അതുപോലെ തന്നെ പ്രവർത്തകരോട് അതാണ് 8000-ഓളം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം നേടി, ആ വോട്ട് നേടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ചു വരാൻ വേണ്ടി സാധിച്ചത്. അത് എന്തായാലും യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ്. ആ സമയത്ത് ഉണ്ടായിരുന്ന വിവാദം അത് യൂത്ത് കോൺഗ്രസിന് വലിയൊരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഫർസിൻ മജീദ് ജില്ലാ പ്രസിഡന്റ് ആകും എന്നുള്ള രീതിയിലേക്ക് മത്സരിക്കുന്നു. K സുധാകരന്റെ ഏറ്റവും ഇതായിട്ടുള്ള നേതാവ്, ആ പക്ഷത്തിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ വിജിൽ മോഹൻ A ഗ്രൂപ്പിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ മത്സരിക്കുന്നു. അപ്പോൾ A ഗ്രൂപ്പിന്റെ ഒരു നേതാവ് വിജയിച്ചു വരുന്നത് ഒരിക്കലല്ല, അതൊരു മാധ്യമങ്ങളുടെ ഒരു വിലയിരുത്തൽ മാത്രമാണ്. ശ്രീ ഫർസിനായാലും വിജിലായാലും ഇവരെല്ലാവരും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിനെ കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ട് തന്നെയാണ് ഇവരെല്ലാവരും മത്സരിച്ചത്.
അങ്ങനെ ആരും സുധാകരൻ ഒരു ഘട്ടത്തിലും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഇല്ല ഓക്കെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടപെട്ടിട്ടില്ല. അദ്ദേഹം KPCC പ്രസിഡന്റായി വരുമ്പോൾ അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് മത്സരിക്കാൻ അദ്ദേഹം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു വിഭാഗത്തിന്റെയും അങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ ഒരു രാഷ്ട്രീയ വിഭാഗീയതയും കണ്ണൂർ ജില്ലക്കകത്ത് ഉണ്ടായിരുന്നില്ല. പരമാവധി വോട്ട് ചേർത്തു, ചെറുപ്പക്കാരെ ചേർത്തു. പിന്നെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ആകും, മത്സരം നടക്കും. അപ്പോൾ കൂടുതൽ വോട്ട് നേടിയ ആൾ പ്രസിഡന്റ് ആകും. ഫർസിൻ മത്സരിച്ചു ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, ശ്രീ വിജിൽ മോഹനും ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത്, അതുപോലെ തന്നെ അബ്ദുൽ വാജിദ് മത്സരിച്ചു, മറ്റു പലരും മത്സരിച്ചു. ഒരു ഡസനോളം വരുന്ന സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. കൂടുതൽ വോട്ട് ശ്രീ വിജിൽ മോഹൻ നേടി. വിജിൽ മോഹനും KSUവിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിൽ CPMന്റെ ഇടതുപക്ഷ കോട്ട പിടിച്ചെടുത്ത ഒരു പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലറാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. കുറച്ചുകൂടി തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടു കൂടി കണ്ടു, കുറെ വോട്ട് കൂട്ടിച്ചേർത്തു. ഒരുപാട് വോട്ടുകൾ ഇരിക്കൂർ ഉൾപ്പെടെ, അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലമാണ് ഇരിക്കൂർ. അദ്ദേഹത്തിന് സ്വാഭാവിക ഇരിക്കൂറിൽ ഒരു UDFന്റെ കോൺഗ്രസിന്റെ ശക്തി വെച്ച് ഒരുപാട് വോട്ട് കൂട്ടിച്ചേർക്കാൻ സാധിച്ചു. ഫർസിനെ സംബന്ധിച്ചും ഫർസിൻ നല്ല സംഘാടകനാണ്, നല്ലൊരു പോരാളിയാണ്. KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ മികച്ചൊരു യുവജന നേതാവായിരുന്നു. നല്ല ധൈര്യവും, നമുക്കറിയാം സമരങ്ങളിലൊക്കെ നല്ല ധൈര്യവും കരുത്തുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ അമിതമായ ആത്മവിശ്വാസം, വോട്ട് ചേർക്കുന്നതിൽ വന്ന ഒരു അമിതമായ ആത്മവിശ്വാസമാണ് നേരിയ വോട്ടിന് പരാജയം. അല്ലാതെ മറ്റൊരു ഗ്രൂപ്പ് രാഷ്ട്രീയവും, കാരണം ഒരാൾ പോലും ജില്ലയിൽ ഒരു നേതാവ് പോലും ഇതിനകത്ത് പക്ഷം പിടിച്ചിട്ടില്ല. ഫർസിനൊരു അമിതമായ ആത്മവിശ്വാസം വന്നതുകൊണ്ട് ചെറിയ വോട്ട് ചേർക്കുന്നതിൽ ചെറിയൊരു വീഴ്ച സാങ്കേതികമാണ്. അതിനകത്ത് ഗ്രൂപ്പോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റോ ഒന്നും ഘടകമല്ല. ഫർസിൻ വോട്ട് ചേർക്കുന്നതിൽ കുറച്ചൊരു ജാഗ്രത കുറവ് ഫർസിൻ ഉണ്ടായി. വിജിൽ കുറച്ചും കൂടി എന്താ പറയാ ഗൗരവത്തോടു കൂടി വോട്ട് ചേർത്തു. ഒരു പ്രശ്നവുമില്ല. വളരെ രണ്ടുപേരും എന്താ പറയാ ഒരു അമ്മ വെറ്റ മക്കളെ പോലെ ഒരുമിച്ച് ഇപ്പൊ സമരരംഗത്തെല്ലാം മുഴുവൻ ഒടുവിൽ നടന്ന മുഴപ്പിലങ്ങാട് ടോൾ പ്ലാസക്കെതിരെ നടന്ന സമരത്തിൽ ഉൾപ്പെടെ രണ്ടുപേരും വളരെ സജീവം. അങ്ങനെ ഒരു വിഭാഗീയ ചിന്തയോ സമയത്ത് സ്വാഭാവികമായും ഫർസിന് ഒരു അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം സമരങ്ങളിലൊക്കെ ഉണ്ടായ ഒരു വലിയ പ്രതിച്ഛായ, ഒരു പോരാളി എന്ന പ്രത്യേകിച്ച് പാർട്ടി നേതാക്കന്മാരുടെ ഒരു വലിയ സംരക്ഷണം, ഒരു കെയറിങ്, അതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പൊതുസമൂഹവും ഫർസിനെ അങ്ങനെയാണ് കണ്ടത്. നല്ല ഒരുപാട് സർഗാത്മകമായ സമരങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ നയിച്ച ഒരാളാണ് ഫർസിൻ. അപ്പൊ സമരങ്ങളുടെയൊക്കെ ഒരു മുന്നണി പോരാളി എന്ന നിലയിൽ അമിതമായ ആത്മവിശ്വാസം കൊണ്ടുണ്ടായ ഒരു അമിത പ്രതീക്ഷ, ആ പ്രതീക്ഷയിൽ ചില നിരാശകൾ ഉണ്ടായപ്പോൾ നടത്തിയ ചെറിയ പ്രസ്താവനകൾ സ്വാഭാവികമായും അതൊക്കെ ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട് ഒരു അച്ചടക്കമുള്ള പ്രവർത്തകനായി വീണ്ടും സജീവമായി അതിനകത്ത് നേതൃത്വമൊക്കെ ഇടപെട്ടു. ഫർസിന് ഒരു ആത്മവിശ്വാസം നൽകാനും വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്ന് ഭാവിയിലും യൂത്ത് കോൺഗ്രസിനെ നയിക്കാനുള്ള എല്ലാവിധ പിന്തുണയും നേതാക്കന്മാരൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവിക ചെറിയൊരു 1-2 പ്രസ്താവനകളിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ പരിഹരിച്ച് വളരെ അച്ചടക്കത്തോടു കൂടി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പോവാണ്. ഞങ്ങളുടെ ഇടയിലൊന്നും ഒരു പ്രയാസങ്ങളും ഇല്ല. ഒരൊറ്റ ടീമാണ്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് നേതൃത്വത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പോരാട്ടങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ. ഈ വ്യാജ പ്രസിഡന്റ് എന്നൊക്കെയുള്ള വിളി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഈ DYFI വ്യാജ പ്രസിഡന്റ് എന്ന് മാത്രമാണ് അവർ അഭിസംബോധന ചെയ്യുന്നത് തന്നെ. ആ വിവാദം ഒരു മോശം പ്രതിച്ഛായ യൂത്ത് കോൺഗ്രസിന് ഒരിക്കലുമില്ല. രാഹുൽ വളരെ മികച്ച, ഞാനും രാഹുൽ സഹപ്രവർത്തകരായിരുന്നു. ഞങ്ങൾ ഒരേ സമയത്ത് ജില്ലാ സെക്രട്ടറിമാരായവരാണ്. ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ശ്രീ രാഹുൽ. രാഹുലിന്റെ ഒരു കഴിവ്, അപാരമായ വിശാലമായ വായന, അതുപോലെ തന്നെ നല്ല അറിവുകൾ, അതുപോലെ തന്നെ സമരരംഗത്തുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യം, സംഘടനാ രംഗത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം, അതൊക്കെ കൊണ്ട് KSU സംസ്ഥാന സെക്രട്ടറി സ്ഥാനം, ഞാൻ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമ്പോൾ തന്നെ ആ കമ്മിറ്റിയിൽ നിന്ന് നാഷണൽ സെക്രട്ടറിയായി, ദേശീയ NSUവിന്റെ സെക്രട്ടറിയായി വിവിധ സംസ്ഥാനങ്ങളുടെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള ചുമതല കൊടുത്ത് അവിടെ പോയി പ്രവർത്തിച്ച് സംഘടനാ പ്രവർത്തനം സജീവമാക്കി അവിടെ മികച്ച പ്രവർത്തനം നടത്തി. അതിൻ്റെ ഒരു അംഗീകാരം എന്നോണം അബിൻ വർക്കിയും സമാനമായി രണ്ടുപേരും ഒരുപോലെ ദേശീയ സെക്രട്ടറിമാരായി. അവരെ രണ്ടുപേരെയും ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ സമയത്ത് ആ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായി കോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്, ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം അവർ സജീവമായി ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ പാർട്ടിക്ക് വേണ്ടി ശക്തമായ വാദമുഖങ്ങൾ ഉയർത്തുകയും അങ്ങനെ കേരളത്തിൽ മൊത്തം അറിയപ്പെടുന്ന വ്യക്തികളായി മാറി. അപ്പോൾ സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിനകത്ത് അവർ രണ്ടുപേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. ജനാധിപത്യ പോരാട്ടമാണ്. അപ്പോൾ മത്സരിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ വോട്ട് ചേർത്തു. അപ്പോൾ വോട്ട് ചേർത്തതിൽ ഏതെങ്കിലും 1-2 വ്യക്തികൾ, ഞങ്ങളതിനെ തുറന്ന മനസ്സോടുകൂടി രാഹുൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം, ആരെങ്കിലും അത്തരത്തിൽ വ്യാജ കാർഡ്, ഇതിപ്പം ഒരു വ്യാജമായി ഇതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല.
നമ്മുടെ വോട്ടർ ID കാർഡ് ഇതിനകത്ത് സബ്മിറ്റ് ചെയ്യണം, അല്ലാണ്ട് ആധാർ കാർഡ് പോലും പറ്റില്ല. വോട്ടർ ID കാർഡ് കൃത്യമായി സബ്മിറ്റ് ചെയ്ത് ആ സൈറ്റിനകത്ത് ഒറിജിനൽ വോട്ടർ ID കാർഡ് ആണെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാൻ പോലും പറ്റുള്ളൂ, മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് വോട്ടിന്റെ നടപടിക്രമങ്ങൾ. അപ്പോൾ OTP വരണം. ഇത് മുഴുവൻ ഡാറ്റ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റിയുടെ കയ്യിലുണ്ട്, സൈറ്റിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇത് മുഴുവൻ പോലീസിന്റെ കയ്യിലാണ്. പോലീസിന് ഏത് സമയത്തും വേണമെങ്കിൽ പരിശോധിക്കും. എന്താണ് ഇത്ര വലിയ ആരോപണം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും CPM-ന്റെ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഉന്നയിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടം നെഞ്ച് നിവർത്തി കേരളത്തിലൂടെ നടക്കുന്നു? എന്തേ പോലീസിനൊന്നും തൊടാനാവുന്നില്ല? രാഹുൽ പറഞ്ഞു, അഭിനും പറഞ്ഞു, ഞങ്ങളുടെ കൈകളൊക്കെ ശുദ്ധമാണ്, ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം. ആ അന്വേഷണം എവിടെ വരെ എത്തി? വ്യാജമായി DYFI ഉണ്ടാക്കി, അതായത് യൂത്ത് കോൺഗ്രസിൽ ജനാധിപത്യ CPM-നോ DYFIക്കോ സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ഒരു ജനാധിപത്യ പ്രക്രിയ യൂത്ത് കോൺഗ്രസ് നടത്തി. ആർക്കും യൂത്ത് കോൺഗ്രസിന്റെ നയങ്ങൾ അംഗീകരിക്കുന്ന അതിൽ കൃത്യമായ ഓപ്ഷൻ ഉണ്ട്, കൃത്യമായി പറയുന്നുണ്ട്. ജനാധിപത്യ നിലപാടുകൾ, മതേതരത്വ നിലപാടുകൾ, കോൺഗ്രസിന് അംഗീകരിക്കുന്ന ഉന്നതമായ രാഷ്ട്രീയ മൂല്യങ്ങൾ, അതൊക്കെ അംഗീകരിച്ചിട്ടാണ് ഈ മെമ്പർഷിപ്പ് എടുക്കുന്നത്. വെറുതെ ഒരാൾക്കൊരു റോബോട്ടിനോ അല്ലെങ്കിൽ വേറൊരാൾക്കോ വ്യാജമായിട്ട് ചെയ്യാൻ കഴിയില്ല. ഓരോരുത്തരും ഈ മെമ്പർഷിപ്പിന്റെ ഓരോ പ്രൊസീജിയറും കടന്നു പോകും. ഇതെല്ലാം അംഗീകരിച്ച് മെമ്പർഷിപ്പ് എടുത്ത് ആ മെമ്പർഷിപ്പ് എടുത്ത വ്യക്തിക്ക്, സാധാ അടിത്തട്ടിൽ മെമ്പർഷിപ്പുള്ള ഓരോ വ്യക്തിക്കും വോട്ട് ചെയ്യാം. അങ്ങനെ ഒരു സുതാര്യമായ തെരഞ്ഞെടുപ്പ് ആർക്ക് വേണമെങ്കിലും, ഇപ്പം മനോജേട്ടന് അല്ലെങ്കിൽ ഒരു DYFI കാരന് 35 വയസ്സ് പൂർത്തിയായിട്ടില്ല, അവന് പിന്നെ മെമ്പർഷിപ്പ് എടുക്കാം. പക്ഷെ അവന് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവന്റെ മറ്റെല്ലാ മെമ്പർഷിപ്പും അവൻ റദ്ദാക്കി എന്ന് അവന് ഇതിൽ പറയുകയാണ്, ഈ സൈറ്റിനകത്ത് പറയുകയാണ്, ഓപ്ഷൻ കൊടുക്കുകയാണ്. എനിക്ക് മറ്റൊരു സംഘടനയിലും മെമ്പർഷിപ്പ് ഇല്ല, യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ നയനിലപാടുകളെയും അംഗീകരിക്കുകയാണ്, ഇനി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായി തുടരും. അത് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് വോട്ട് ചെയ്യുന്നത്. വളരെ സുതാര്യമാണ്. അവന്റെ ID കാർഡ് ഒരു വ്യാജമായ ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അവന്റെ വോട്ടർ ID കാർഡ് അതിനകത്ത് സബ്മിറ്റ് ചെയ്യണം, അവന്റെ നമ്പർ അതിനകത്ത് കൊടുക്കണം, അഡ്രസ്സ് മുഴുവൻ കൊടുക്കണം, അവന്റെ ഫോട്ടോ സബ്മിറ്റ് ചെയ്യണം. ഫോട്ടോ സബ്മിറ്റ് ചെയ്യുക മാത്രമല്ല 7 സെക്കൻഡ്, ഇതൊരു സാധാരണക്കാരന് ചെയ്യാൻ കഴിയില്ല, ഒരു മനുഷ്യനല്ലാതെ ഇത് ചെയ്യാൻ കഴിയില്ല. 7 സെക്കൻഡുള്ള വീഡിയോ, എന്താ പറയണ്ടത്, ഒരു വീഡിയോ ഓപ്പൺ ആയി വരും. ആ വീഡിയോയിൽ നമ്മൾ ഫേസ് ടു ഫേസ് പറയണം, എന്താണ്, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർ ആവാൻ ഞാൻ താല്പര്യപ്പെടുന്നുവെന്ന് ആ വ്യക്തി പറഞ്ഞാൽ മാത്രമേ ഈ മെമ്പർഷിപ്പ് അംഗീകരിക്കുള്ളൂ. മെമ്പർഷിപ്പ് അംഗീകരിച്ചിട്ട് ശേഷമല്ലേ ഈ വോട്ട് ചെയ്യുക. അങ്ങനെ ലക്ഷക്കണക്കിന് വോട്ട് ചേർത്ത് സുതാര്യമായി നടത്തിയ ഒരു പ്രക്രിയയിൽ ആരെങ്കിലും എന്തെങ്കിലും ഇതിനകത്ത് ഏത് മേഖലകളിലും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ, ഞങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ അന്വേഷണത്തിലും അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല. പോലീസ് അന്വേഷിച്ചോട്ടെ. കേരളത്തിലെ മുഴുവൻ സംവിധാനവും CPM-ന്റെയും DYFI-യുടെ ഒക്കെ കയ്യിലല്ലേ, അന്വേഷിക്കട്ടെ. ഞങ്ങൾ തുറന്നു ഇതുവരെ ഒരു എന്താ പറയാ, ചെറിയൊരു നടപടിക്രമങ്ങൾ പോലും എടുക്കാൻ എത്രയോ തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ പോലുള്ള ധൈര്യം കേരളത്തിലെ പോലീസിനില്ല. കാരണം രാഹുലിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു യൂത്ത് കോൺഗ്രസ് നേതാവും അങ്ങനെ ഒരു വ്യാജ ID കാർഡോ വ്യാജ വോട്ടോ ചെയ്തിട്ടില്ല. സുതാര്യമായി നടത്തിയ ജനാധിപത്യ പ്രക്രിയ, ആ ജനാധിപത്യ പ്രക്രിയ തീർച്ചയായും കേരളത്തിലെ പൊതുസമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ നടത്താൻ യൂത്ത് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. ഈ സംഘടനാ തലത്തിൽ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ മറ്റ് പല നേതാക്കളും പറയുന്നു, ഇപ്പോൾ ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്തത്. സുധാകരൻ ഒരു ഗ്രൂപ്പ്, VD സതീശൻ ഒരു ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പുകളുടെ എണ്ണം കൂടി എന്നുള്ള രീതിയിലാണ് വിമർശനങ്ങൾ വരുന്നത്. നിങ്ങളെപ്പോലുള്ള യുവ നേതാക്കൾക്ക് ഇപ്പോൾ നടക്കുന്ന ഇതിലൊക്കെ ഒരു അമർഷം ഉണ്ടോ? അല്ല, ഗ്രൂപ്പ് രാഷ്ട്രീയം എന്നല്ല, എല്ലാ കാലത്തും കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഉള്ളൊരു സ്നേഹവും ഇഷ്ടവും. ഒരു കാലത്ത് ലീഡറോടുള്ളൊരു ഇഷ്ടം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഉപ്പ ഒരു ഭയങ്കരമായ ഇഷ്ടമാണ്. ലീഡർ എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ആവേശമാണ്. ശ്രീ K കരുണാകരൻ, ഞാൻ പറഞ്ഞു, ഒരു തവണ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് അദ്ദേഹം ഒരു വോട്ട് മാറ്റി ചെയ്ത DIC സ്ഥാനാർത്ഥിക്കാണ് ഒരു തവണ. അപ്പോൾ അങ്ങനെ നേതാക്കന്മാരോട് ഇപ്പോൾ ഒരു കാലത്ത് AK ആന്റണിയോട് ആ താല്പര്യം ഉണ്ടായിരുന്നു, ഒരു കാലത്ത് R ശങ്കറിനോട് ആളുകൾക്ക് ആ താല്പര്യം ഉണ്ടായിരുന്നു. അത് കാലത്തിനനുസരിച്ച് നല്ല നേതാക്കന്മാർ വരുമ്പോൾ അവരോട് അണികൾ കാണിക്കുന്ന ഒരു അമിതമായ സ്നേഹപ്രകടനം. ഇപ്പൊ രമേശ് ചെന്നിത്തലയോട് നൂറുകണക്കിന് അദ്ദേഹം KPC പ്രസിഡന്റായൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തോട് ഉള്ള ഇഷ്ടം, ശ്രീ K സുധാകരന്റെ ശൈലിയോട് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളൊരു ആവേശവും ഒരു ഇഷ്ടവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കണ്ണൂരിലെ ഭൂരിഭാഗം പ്രവർത്തകരും ശ്രീ K സുധാകരന്റെ ശൈലി ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ ശക്തനാവാനും ഇവിടെ കോൺഗ്രസിന്റെ ഒരു എന്താ പറയാ ഒരു മുഖമാകാനൊക്കെ സാധിച്ചത്. അതാണ് അത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ശൈലിയോട് എല്ലാവർക്കുമുള്ളൊരു ഇഷ്ടമുണ്ട്. അദ്ദേഹത്തിന്റെ എളിമയോട്, വിനയത്തോട്, അദ്ദേഹത്തിന്റെ ഭരണപരമായ മികവിനോട്, അദ്ദേഹത്തിന്റെ കഴിവിനോട്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട്, അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങളോട്, അങ്ങനെ ഇപ്പൊ ശശി തരൂരിനോട് ഇഷ്ടമുള്ളവരുണ്ട്. അതിനെ മാധ്യമങ്ങളുടെ ഒരു വേർഷനാണ് അതൊരു ഗ്രൂപ്പ് എന്നൊക്കെ. ഇപ്പൊ ചിലർ പറഞ്ഞു ശശി തരൂർ ഗ്രൂപ്പ് ഉണ്ട്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിൽ സ്വാഭാവികമായിട്ടും നേതാക്കന്മാരോടുള്ള ഒരു ഇഷ്ടം, അങ്ങനെ CPM-ൽ ഇപ്പം അങ്ങനെ നേതാക്കന്മാരുടെ അടുത്ത് ഇപ്പൊ പിണറായി വിജയന്റെ അടുത്തുനിന്ന് പോയിട്ട് ഉമ്മൻചാണ്ടിയെ കെട്ടിപ്പിടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ സെൽഫി എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ സുധാകരന്റെ അടുത്ത് വീട്ടിൽ കയറി പോകുന്ന പോലെയോ, നിങ്ങളിപ്പോ ഞാൻ പറയാം മനോജേട്ടനോട്, ഇപ്പം സുധാകരന്റെ വീട്ടിൽ ആർക്കും കയറി പോകാം,
ഏത് പാതിരാത്രിയും കയറിപ്പോ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറയാം. ഏത് സമയം രാത്രി 12 മണിക്കും 1 മണിക്കും വരെ അദ്ദേഹത്തിന്റെ വീട്ടിലും അദ്ദേഹം പോകുന്ന ഏത് പരിപാടിയിലും അദ്ദേഹത്തോട് കൈപിടിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. പിണറായി വിജയനോട് അങ്ങനെ സാധിക്കും? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CPM നേതാവിന് അങ്ങനെ ആ കൂട്ടത്തിന്റെ വലയത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു CPM MV ഗോവിന്ദൻ മാസ്റ്ററോട് അങ്ങനെ സാധിക്കുമോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഇഷ്ടവും സ്നേഹവും കോൺഗ്രസിന്റെ നേതാക്കന്മാർ പൊതുവെ അങ്ങനെയാണ് കോൺഗ്രസിന് നിൽക്കാനും പറ്റുള്ളൂ. അങ്ങനെ അണികളോടും ജനങ്ങളോടും നല്ല രീതിയിൽ പെരുമാറിയാൽ മാത്രമേ കോൺഗ്രസിന്റെ അണികളും അംഗീകരിക്കുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇഷ്ടവും സ്നേഹവും ഉള്ളവർ ഓരോ നേതാവിന്റെയും കൂടെ നിൽക്കും, ആ നേതാവിനോട് കൂടുതൽ താല്പര്യം കാണിക്കും. അതിനെ മാധ്യമങ്ങൾ പേരിട്ട് വിളിക്കുന്ന ഗ്രൂപ്പ് എന്നല്ലാതെ ഗ്രൂപ്പ് എന്നുള്ളത് കോൺഗ്രസിൽ ഇപ്പം ഈ ഗ്രൂപ്പിന്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ആ ഗ്രൂപ്പ് കോൺഗ്രസിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ഞാനിപ്പോൾ KPCC മെമ്പറാണ്, ഏതെങ്കിലും ഗ്രൂപ്പിന്റെ അല്ല, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയാണ്. ആ സ്ഥാനത്തോടുള്ള ഉത്തരവാദിത്തമാണ് എന്നെ മുന്നോട്ട് നയിക്കുക. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ അല്ലാണ്ട് ഗ്രൂപ്പിന് ഒരു സ്ഥാനമൊന്നും കോൺഗ്രസിനകത്തുള്ളതായിട്ട് ഞങ്ങൾക്കൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ വിശാലമായ ആഭ്യന്തര ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് നേതാക്കന്മാരുടെ കൂടെ നിൽക്കും. അതിപ്പോൾ ഒരു നേതാവിൻ്റെ ശൈലിയോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അടുത്ത നേതാവിൻ്റെ കൂടെ പോയി. ഇപ്പോൾ CPM-ലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുട്ടനാടിൽ 100 കണക്ക് CPM-മാർ പാർട്ടി വിട്ടുപോയി, CPI-യിലേക്ക് പോയി. കോൺഗ്രസിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഒരു നേതാവിന്റെ ശൈലിയോട് അല്ലെങ്കിൽ ഇടപെടലിനോട് അതൃപ്തി ഉണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുക അടുത്ത നേതാവിന്റെ അടുത്തേക്ക് പോകും. അത് എല്ലാവർക്കും ഒരേ ശൈലി ആവണമെന്നില്ല. അതെന്നല്ലാതെ കോൺഗ്രസിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇപ്പം പൂർണ്ണമായും ഗ്രൂപ്പ് അവസാനിച്ചു. അങ്ങനെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഇതൊന്നും തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനത്തിന് ശേഷവും KPCC പ്രസിഡന്റായി സുധാകരൻ തന്നെ തുടരാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. നിലവിൽ ഇപ്പോൾ അദ്ദേഹം KPCC പ്രസിഡന്റാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്താനാണ്. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ KPCCയുടെ ആദ്യത്തെ മീറ്റിംഗിൽ അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകനമാണ്. ആ അവലോകനം നടത്തുന്നത് വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് വേണ്ടി. അദ്ദേഹത്തിന് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹം സ്ഥാനാർത്ഥിയായി റിസൾട്ടിന് പോലും വെയിറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം അടുത്ത ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ, UDF-നെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. അങ്ങനെ ഒരു നിലവിലൊരു KPCC പ്രസിഡന്റായി അദ്ദേഹം ഇരിക്കുമ്പോൾ അതിനകത്ത് ഒരു ചർച്ചക്കും പ്രസക്തിയില്ല. സ്വാഭാവികമായിട്ടും പാർട്ടി തീരുമാനിക്കുന്ന സമയം വരെ അദ്ദേഹം KPCC പ്രസിഡന്റായി തുടരും. ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തും. പാർട്ടിയുടെ പുനഃസംഘടന കുറച്ചുകൂടി പൂർത്തിയാകാനുണ്ട്. ആ പുനഃസംഘടനാ നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമ്മളൊക്കെ അറിയാൻ സാധിച്ചത്. എന്തായാലും കേരളത്തിലെ കോൺഗ്രസിനെ ശക്തിയോടുകൂടി അദ്ദേഹം വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് നയിക്കും. ഉറച്ച വിജയപ്രതീക്ഷയോടുകൂടി അടുത്ത ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറയുകയോ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി നേരിടുകയോ ചെയ്യുന്ന അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. 19 സീറ്റിലും കഴിഞ്ഞ തവണ ജയിച്ചു, 1 സീറ്റാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ CPM പറഞ്ഞത് കനലൊരു തരി മതി എന്ന് പറഞ്ഞു. ആ കനൽ ഒതുക്കെടുത്താനാണ് ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ അദ്ദേഹത്തെ തന്നെ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം മത്സരരംഗത്ത് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സീറ്റും കൂടെ ഞങ്ങൾ പിടിച്ചെടുക്കും. അങ്ങനെ 20-ൽ 20 സീറ്റും ജയിക്കുമ്പോൾ പിന്നെ പരാജയത്തിന്റെയോ അല്ലെങ്കിൽ സീറ്റ് കുറയുന്നതിന്റെ ഒരു സാഹചര്യം ഇല്ലല്ലോ. 20-ൽ 20 നേടും. ഉറച്ച വിജയ പ്രതീക്ഷയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പാർട്ടിയെ മുന്നോട്ട് നയിക്കും. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സംഘടനാ സംവിധാനം, ഇനിയിപ്പോൾ ചെറിയൊരു സമയം കിട്ടുന്നുണ്ട്, സ്വാഭാവികമായിട്ടും സംഘടനാ സംവിധാനം പുനഃസംഘടനയൊക്കെ പൂർത്തിയാക്കി ഈ സർക്കാരിനെതിരെയുള്ള സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ പാർട്ടി എന്ത് തീരുമാനം, ഞങ്ങളൊക്കെ ഒരു പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഒരു കേന്ദ്രമന്ത്രി ആവാനുള്ള ഒരു സാധ്യതയും അങ്ങനെ ഒരു പ്രതീക്ഷയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഒരു സംസാരവും പാർട്ടി നേതാക്കന്മാരുടെ ഇടയിലുണ്ട്. എന്തായാലും അദ്ദേഹം KPCC പ്രസിഡന്റായും രാജ്യത്തെ ഒരു സർക്കാർ മുന്നോട്ട് നയിക്കും, പാർട്ടിയെയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കും. പ്രസിഡന്റ് സ്ഥാനത്ത് മാറുന്നുണ്ടെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് മാറൂ എന്നാണ്. അല്ല, അങ്ങനെയല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ആഗ്രഹം പറഞ്ഞതാണ്. കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ഒരു ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ അദ്ദേഹം ഒരു കേന്ദ്ര മന്ത്രിയാകുമെന്നുള്ളതാണ്. ഇനി ആയാലും തന്നെ KPCC പ്രസിഡന്റായി അദ്ദേഹം പാർട്ടിയുടെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായി വളരെ സജീവമായി മുന്നോട്ട് പോകും. അങ്ങനെ ഒരു ചർച്ചയൊന്നും കോൺഗ്രസിൽ അങ്ങനെ നടക്കുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ടാൽ KPCC പ്രസിഡന്റ് അദ്ദേഹം MP ആയിരിക്കെ തന്നെയാണല്ലോ ബഹുമാനപ്പെട്ട MP ആയി തന്നെ KPCC പ്രസിഡന്റായും തുടർന്നു. അദ്ദേഹം പറഞ്ഞെന്താണ്, അദ്ദേഹം ഇടക്കാലത്ത് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായത് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് വലുത്. അദ്ദേഹം ഓരോ ഘട്ടത്തിലും പറഞ്ഞതാണ്. ഇത്തവണ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം തുടക്കത്തിൽ വ്യക്തമാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ്. അദ്ദേഹം എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട് പാർലമെന്റ് തലത്തിൽ ഇപ്പൊ MLA MP ആവുക എന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം പാർട്ടി നേതൃരംഗത്ത് പ്രവർത്തിക്കുന്ന, അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന് ഇഷ്ടം പാർട്ടിയുടെ നേതൃരംഗത്ത് പ്രവർത്തിക്കാനാണ് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കണ്ണൂർ സീറ്റ് നിലനിർത്താനാണ് അദ്ദേഹത്തെ സ്വാഭാവികമായും ചെറിയൊരു ഇടവേളയിൽ അദ്ദേഹത്തോട് മത്സരിക്കാൻ പറഞ്ഞത്. താൽക്കാലികമായി ചുമതല MM ഹസന്, ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ് MM ഹസന് കൊടുത്തത്. അത് വീണ്ടും അദ്ദേഹത്തിന് തന്നെ തിരിച്ചേൽപ്പിച്ച് പാർട്ടിയെ
പാർട്ടിയുടെ പ്രവർത്തനത്തിൽ, പ്രസിഡന്റ് എന്ന പ്രവർത്തനത്തിൽ AICCക്ക് തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും മതിപ്പുള്ളതുകൊണ്ടാണ്, പൂർണ്ണമായി തൃപ്തിയുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും ആ ചുമതല ഏൽപ്പിച്ചത്. അദ്ദേഹം അത് വളരെ ഭംഗിയായി ഒറ്റക്കെട്ടായി നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അദ്ദേഹത്തിന്റെ കീഴിൽ ഒറ്റ കാര്യം കൂടി, ഈ യുവ നേതാക്കൾക്ക് കോൺഗ്രസിൽ ഒരു അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഈ പാർലമെന്ററി രംഗത്തേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമായി യുവ നേതാക്കൾ മാറുന്നുണ്ട്. ഒരു മത്സരരംഗത്തുള്ളവർ കാലാകാലങ്ങളായി MP ആയാലും MLA ആയാലും അവർ ആ സീറ്റുകളിൽ തന്നെ കാലാകാലം നിൽക്കുന്നു. മറ്റുള്ളവർക്കൊരു അവസരം കിട്ടാത്ത ഒരു ടേം സംവിധാനത്തിലേക്ക് CPM-നെ പോലെ ഇത് മാറണം എന്ന് നിങ്ങൾ കമ്മിറ്റികളിൽ ആവശ്യപ്പെടാറുണ്ടോ? അല്ല, യൂത്ത് കോൺഗ്രസ് എല്ലാ കാലത്തും ആവശ്യപ്പെടുന്നത് പുതുമുഖങ്ങളെ പരീക്ഷിക്കണം എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധി വരെ ഒരുപാട് പുതുമുഖങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ പുതുമുഖങ്ങളെ പരീക്ഷിക്കുന്ന സമയത്തും കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് CPIM-ന്റെ സംഘടനാപരമായും അവർക്ക് വലിയ സ്വാധീനമുള്ള കേന്ദ്രങ്ങളിലാണ് യുവനേതാക്കന്മാരെ പരീക്ഷിക്കുന്നത്. അതിൽ സ്വാഭാവികമായിട്ട് അതിൽ പിടിച്ചെടുത്ത സീറ്റുകളുണ്ട്. ഇപ്പൊ CR മഹേഷ് എത്രയോ കാലമായി നഷ്ടപ്പെട്ട സീറ്റുകളാണ് പിടിച്ചെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഇപ്പം ഞാൻ തോറ്റതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആർക്കും ഉത്തരവാദിത്വം വരുന്നുള്ളൂ. അപ്പോൾ അത് അർഹമായൊരു പരിഗണന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെ പ്രാതിനിധ്യം കൊടുക്കാനുള്ളതല്ല. ഇപ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അങ്ങനെ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ്, രാജ്യത്ത് ഡു ഓർ ഡൈ, ഇനി ജീവിക്കണോ മരിക്കണോ എന്നുള്ളൊരു ചോദ്യം വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ? അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ യുവാക്കൾക്ക് പ്രാതിനിധ്യവും, ഞങ്ങൾ ആരും ഇത് പറഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞത് ജയം മാത്രമാണ്, ജയിക്കാനുള്ള സാഹചര്യം മാത്രമാണ്. അങ്ങനെയാണ് പാർലമെന്റ് APC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനും ആ സ്ഥാനം മാത്രം മതി എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് വീണ്ടും കണ്ണൂരിൽ മത്സരിക്കാനും സീറ്റ് നിലനിർത്താനും AICC ആവശ്യപ്പെടുന്നതും ആ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത് പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്, അത് പരിഗണിക്കണം എന്നുള്ള ആവശ്യം യൂത്ത് കോൺഗ്രസിന് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ യുവാക്കൾക്ക് അവസരം നൽകണം എന്നുള്ള ആവശ്യം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാർ പാർട്ടിയിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടെത്തി വിജയസാധ്യതയും കഴിവും ഒക്കെ മാനദണ്ഡമാക്കി അവരെയൊക്കെ നിർത്തി പുതുമുഖങ്ങളെ കൂടുതലായി, കാരണം അതൊരു കാലത്തിന്റെ ഒരു അനിവാര്യതയാണ്. വികസനം വേണം, എന്തെല്ലാം പറഞ്ഞാലും കാലത്തിന്റെ അനിവാര്യത മനസ്സിലാക്കി പ്രവർത്തിക്കാൻ യുവാക്കൾക്ക് കൂടുതൽ, മനസ്സെത്തുന്നിടത്ത് ശരീരമെത്താൻ സാധിക്കുന്നത് കൂടുതലും ചെറുപ്പക്കാർക്കാണ്. പക്ഷെ അതേസമയം അനുഭവ സമ്പത്തുള്ളവരും വേണം. അനുഭവ സമ്പത്തും യുവത്വവും ഒരുപോലെ ഇടകലർന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക വേണം എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് കുറെ ന്യൂനപക്ഷ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ കുറേ ഉണ്ടാകും. അപ്പോൾ കോൺഗ്രസിലും അതേ രീതിയിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ പ്രവർത്തന പാരമ്പര്യത്തിനനുസരിച്ചുള്ള ഒരു അംഗീകാരം കോൺഗ്രസിൽ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ധാരാളം കിട്ടുന്നുണ്ട്. പക്ഷേ അത് മുസ്ലിം ഇല്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം കോൺഗ്രസിൽ ഒരിക്കലും ജാതിയും മതവും നോക്കിയിട്ടാണ് പിന്നെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതെന്നോ അല്ലെങ്കിൽ ആ ഒരു പരിഗണന വെച്ചിട്ടാണ് പിന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന ഒരു ഫീലിംഗ് ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. അവരുടെ സംഘടനാ പ്രവർത്തനം, അവരുടെ സേവന പ്രവർത്തനം, അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം, അവരുടെ സംഘടനാപരമായ കരുത്ത്, ആ കരുത്ത് വെച്ചിട്ടാണ് അവർ സീറ്റുകൾക്ക് അവകാശപ്പെടുന്നതും അവർ സീറ്റുകളിൽ മത്സരിക്കുന്നതും മികച്ച വിജയമുണ്ടാക്കുന്നതും. അതൊരിക്കലും അവർ കോൺഗ്രസിൽ മുസ്ലിം ഇത്ര എന്ന് ചോദിച്ചിട്ടല്ല. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയപരമായ ആവശ്യങ്ങളാണ് അവരുടെ സീറ്റുകളും അവരുടെ സ്ഥാനാർത്ഥികളും. സ്വാഭാവികമായും അത് അവർ മത്സരിക്കുന്നു, അവർ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നു, ആ സീറ്റിൽ അവർ മത്സരിക്കുന്നു, അവർ ജയിക്കുന്നു. അത് രാഷ്ട്രീയമാണ്. കോൺഗ്രസിനും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കഴിവുള്ളവർ, ഇപ്പം അങ്ങനെയാണെങ്കിൽ അബ്ദുൽ കുട്ടി, ഇപ്പം കണ്ണൂരിൽ അബ്ദുൽ കുട്ടിയെ നിർത്തി, അതൊരു രാഷ്ട്രീയമാണ്. ആ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയിട്ടാണ് CPM-നെതിരെയുള്ള ഒരു ആയുധം എന്ന നിലയിൽ അന്ന് അബ്ദുൽ കുട്ടി ഉപയോഗിച്ചത്. 2 തവണ അദ്ദേഹത്തിന് അവസരം നൽകി. അദ്ദേഹത്തിന് പിന്നീട് തലശ്ശേരി അവസരം നൽകി. അപ്പോൾ പിന്നീട് എനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് അവസരം നൽകി. അതുപോലെ തന്നെ സാജിദ് മൊബൈലിന് പയ്യന്നൂരിൽ അവസരം നൽകി. ജില്ലാ പഞ്ചായത്തിലൊക്കെ ആവശ്യത്തിന് അങ്ങനെ ഒരു മതപരമായ വേർതിരിവ് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ട് എന്നുള്ളത് ഇതുവരെ തോന്നിയിട്ടില്ല. ഞങ്ങൾക്കൊന്നും ആർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അത് പുറമേ നിന്നുള്ള വേർഷനാണ്. പിന്നെ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടി എല്ലാ ഘടകങ്ങളും, പ്രത്യേകിച്ച് സോഷ്യൽ എഞ്ചിനീയറിംഗ്, എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളോടും എല്ലാ കാലത്തും നീതി പുലർത്തുന്ന ഒരു പാർട്ടിയാണ്. തീർച്ചയായും അത് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും ആ രീതിയിൽ അത് പാർട്ടി നേതൃത്വം കൈകാര്യം ചെയ്യുന്നത് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ ഒരു അവഗണനയൊന്നും ഒരു വിവേചനമോ മത്സരരംഗത്തോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയ രംഗത്തോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അഭിഭാഷകൻ കൂടിയാണ് താങ്കൾ. ഈ അഭിഭാഷക വൃത്തിയും ഈ
രാഷ്ട്രീയ പ്രവർത്തനവും ഒരു ക്ലാഷ് ആവുന്നുണ്ടോ? ഇല്ല, ഞാൻ വ്യക്തിജീവിതവും അതൊരു വലിയ ആകെ ഒരു സങ്കടം, കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയം കുറയുന്നു എന്നുള്ളതാണ്. എന്നാലും പരമാവധി ഭാര്യ പഴയ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി റോഷ്നി ഖാലിദിൻ്റെ മകളാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ് ഭാര്യയുടെ ഉപ്പ. ഭാര്യ ഒരു രാഷ്ട്രീയം, ഉപ്പാക്കും മുമ്പ് രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു, പോലീസ് അസോസിയേഷനിലൊക്കെ അവർ സജീവമായിരുന്നു. നീണ്ട 15 വർഷക്കാലത്തോളം ജില്ലാ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് മെമ്പറും മുനിസിപ്പൽ ചെയർപേഴ്സണൊക്കെ ആയിട്ട് കണ്ണൂരിൻ്റെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിന്ന ഒരു ഉമ്മയുടെ മകൾ എന്ന നിലയിൽ ഭാര്യ അതിനോട് കുറേയൊക്കെ പൊരുത്തപ്പെടുന്നുണ്ട്, തിരക്കുകളോട്. മകനുണ്ട്, 3.5 വയസ്സ്, ഇപ്പോൾ അംഗനവാടി പോകുന്നുണ്ട്, മുഹമ്മദ് റഷ്ദാൻ എന്നാണ് പേര്. വൈഫ് ഹോമിയോ ഡോക്ടറാണ്, ഇപ്പോൾ ഒരു PG കൗൺസിലിംഗ് സൈക്കോളജിയിൽ PG ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നുണ്ട്. എൻ്റെ LLM പഠനം പാതി വഴിയിൽ ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് LLM പഠനം പാതി വഴിയിൽ മുടങ്ങിയതാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് സജീവമായി സമയം കിട്ടുമ്പോഴൊക്കെ കോടതിയിൽ പോകാറുണ്ട്. എൻ്റെ സീനിയർ പയ്യന്നൂരിൽ നിന്നുള്ള അഡ്വക്കേറ്റ് നൗഷാദ് വാഴവളപ്പിലാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് കഴിഞ്ഞ ജനുവരി മുതൽ കണ്ണൂരിൽ ഒരു ഓഫീസ് കൂടി, എൻ്റെ ഒരു പാർട്ണറുണ്ട്, യൂത്ത് ലീഗിൻ്റെ ഒരു നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് സജീവമായി കണ്ണൂർ ബാർ അസോസിയേഷൻ്റെ ട്രഷറർ കൂടിയാണ് മുഹമ്മദ് ഫൗസ്. ഞങ്ങൾ രണ്ടുപേരും കൂടി കണ്ണൂർ യോഗശാല റോഡിലൊരു സഫിയ കോംപ്ലക്സിൽ ഒരു അഭിഭാഷക വക്കീൽ ഓഫീസ് കൂടി തുറന്നിട്ടുണ്ട്. 6 മാസമായി ഇപ്പോൾ തിരക്കെല്ലാം കഴിഞ്ഞ് വീണ്ടും ലൈവായി പ്രാക്ടീസിനകത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം നല്ല രീതിയിൽ എല്ലാം കൂടി പ്രാക്ടീസും പൊളിറ്റിക്സും എന്താ പറയണ്ടേ ലൈഫും ഒക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് വേണം. എൻജോയ് ചെയ്യുന്നുണ്ട്, നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നല്ല സംതൃപ്തിയോടുകൂടി മുമ്പോട്ട് പോവുകയാണ്. കോൺഗ്രസിലെ യുവ നേതാക്കളിൽ ഏറ്റവും സൗമ്യമായി ഇടപെടുന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്. സംസ്ഥാനത്തെ ഏത് പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നാട്ടിൻപുറങ്ങളിലെ ഏത് സാധാരണ പ്രവർത്തനങ്ങളിലും VP അബ്ദുൾ റഷീദിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രസംഗിക്കാൻ മാത്രമല്ല, മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന VP അബ്ദുൾ റഷീദിനെയും നമ്മൾ പല പരിപാടികളിലും കണ്ടിട്ടുണ്ട്. പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവരോടൊപ്പം നീങ്ങുക, അവരിൽ ഒരാളായി മാറുക, ആ രാഷ്ട്രീയ പ്രവർത്തനം പാരമ്പര്യം തന്നെയാണ് അദ്ദേഹം പിന്തുടരുന്നത്. വലിയ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഭാവിയുള്ള ഒരു നേതാവായി മാറിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് VP അബ്ദുൾ റഷീദ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ K. സുധാകരൻ ഇവിടെ മത്സരിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് VP അബ്ദുൾ റഷീദ് എന്ന് പലരും പറഞ്ഞ ഒരു സാഹചര്യം അവസാന ഘട്ടം വരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് VP അബ്ദുൾ റഷീദ്. സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സീറ്റിൽ അദ്ദേഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും എവിടെയും കോൺഗ്രസിന് ഉപയോഗിക്കാൻ പറ്റിയ യുവ നേതാവ് തന്നെയാണ് VP അബ്ദുൾ റഷീദ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങൾ ചോദിച്ച ഓരോ ചോദ്യത്തിനും വളരെ ആലോചിച്ച് ഒരു തരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടാക്കാതെ തന്നെയാണ് മറുപടി നൽകിയിട്ടുള്ളത്. പക്വമായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ എല്ലാ ചേരുവകളും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഇത്രയും നേരം കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ VP അബ്ദുൾ റഷീദിന് തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാകുന്നു. BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ അടുത്ത ഒരു അതിഥിയുമായി അടുത്തയാഴ്ച കാണാം. നന്ദി, നമസ്കാരം.